നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഒരു ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കുന്ന ആളാണ്. നമുക്കെല്ലാവർക്കും ബാങ്ക് അക്കൗണ്ടുകളുണ്ട്. ഒന്നല്ല, രണ്ടല്ല, മൂന്നും നാലും അക്കൗണ്ടുള്ളവരുണ്ട്. അപ്പോൾ ഈ അക്കൗണ്ടുകളിലായിട്ട് നമ്മൾ പണം നിക്ഷേപിക്കാറുണ്ട്. നമ്മൾ സേവിങ്സ് അക്കൗണ്ട് എന്നുള്ള രൂപത്തിൽ പണം നിക്ഷേപിക്കാറുണ്ട്. അതുപോലെ തന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റായിട്ട് നമ്മൾ പണം നിക്ഷേപിക്കാറുണ്ട്. അപ്പം നമ്മൾ ഈ ബാങ്കിൽ നിക്ഷേപിക്കുന്ന പൈസ എന്ന് പറയുന്നത് ആ ബാങ്ക് അക്കൗണ്ടിൽ തന്നെ വെറുതെ കിടക്കുകയാണോ, അതോ അത് വേറെ എങ്ങോട്ടേക്കെങ്കിലും പോകുന്നുണ്ടോ? നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ പണം ബാങ്കിൽ മാത്രം കിടക്കുകയല്ല, അത് മറ്റൊരു സ്ഥലത്തേക്ക് കൂടി പോകുന്നുണ്ട്. ആ പോകുന്ന സ്ഥലത്തിൻ്റെ പേരാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. ഓക്കെ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ആ പണം എങ്ങനെ പോകുന്നു, ഏതൊക്കെ തരത്തിൽ പോകുന്നു എന്നുള്ളത് നമുക്ക് വിശദമായിട്ട് പഠിക്കാം. എല്ലാവർക്കും റൈറ്റേഴ്സ് IASൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓക്കെ, ഞാൻ നിങ്ങൾക്കൊരു ചിത്രം ആദ്യം കാണിച്ചു തരാം. ഇതെന്ന് പറയുന്നത് ഒരു മാർക്കറ്റാണ്. ഇവിടെ കുറേ കമ്പ്യൂട്ടർ സിസ്റ്റം കാണാൻ പറ്റുന്നുണ്ട്, കുറേ ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്, പിന്നെ കുറച്ച് പേര് അവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട്, പിന്നെ ഒരു ഡിസ്പ്ലേയിൽ കുറേ നമ്പേഴ്സ് ഫിഗേഴ്സൊക്കെ ഇങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട് അല്ലേ, അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിനാണ് നമ്മൾ ഒരു ഫിസിക്കലി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഫിനാൻസ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ജസ്റ്റ് ഞാനൊരു AI ജനറേറ്റഡ് ഇമേജ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് മാർക്കറ്റ്. തുടക്കം നോക്ക്, മാർക്കറ്റിനെ കുറിച്ച് പറയാം. അപ്പം മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിംപ്ലി മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങളും സേവനങ്ങളും വിൽക്കപ്പെടുകയും വാങ്ങുകയും ചെയ്യപ്പെടുന്ന ഒരു ഫിസിക്കൽ സ്പേസ് ആണെന്ന് പറയുന്നത് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ അവിടെ വെജിറ്റബിൾ ആണ് വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് വെജിറ്റബിൾ മാർക്കറ്റ്. അതേസമയം ഫ്രൂട്ട്സ് ആണെന്നുണ്ടെങ്കിൽ അത് ഫ്രൂട്ട്സ് മാർക്കറ്റ് എന്ന് പറയും. ഇവിടെ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കാം, അല്ലെങ്കിൽ ധനകാര്യ വിപണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യപ്പെടുന്ന സാധനം എന്തെന്ന് ചോദിച്ചാൽ അത് ധനകാര്യ ആസ്തിയാണ്, ഫിനാൻഷ്യൽ അസറ്റ്സ് ആണ്. ഓക്കെ, എന്താണ് ഫിനാൻഷ്യൽ അസറ്റ്സ് ആണ് അവിടെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യപ്പെടുന്നത്. ക്ലിയർ ആണോ? ഇപ്പം ഞാൻ ജസ്റ്റ് എന്താ പറയുക, വെജിറ്റബിൾ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റി, അതുപോലെ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി. അതുകൊണ്ട് വെജിറ്റബിൾ മാർക്കറ്റും ഫ്രൂട്ട്സ് മാർക്കറ്റും ഈസി ആയിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അപ്പം ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ് വിൽക്കപ്പെടുന്നത്? ഫിനാൻഷ്യൽ അസറ്റാണ്. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുക, എന്താ ഈ ഫിനാൻഷ്യൽ അസറ്റ് അല്ലെങ്കിൽ ഫിനാൻസ് അസറ്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ധനകാര്യ ആസ്തി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നായിരിക്കും നമ്മളിപ്പോൾ ആലോചിക്കുന്നത്. ടെൻഷൻ വേണ്ട, സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു പണമൂല്യമുള്ള, ഒരു ഫിനാൻസ് വാല്യൂ ഉള്ള, അല്ലെങ്കിൽ ഒരു എക്കണോമിക് വാല്യൂ ഉള്ള ഒരു ഓണർഷിപ്പിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫിനാൻസ് അസറ്റ് അല്ലെങ്കിൽ ധനകാര്യ ആസ്തി എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്? അതിനൊരു പണമൂല്യം ഉണ്ടായിരിക്കും, അതൊരു അവകാശമായിരിക്കും, അതുപോലെ തന്നെ നമുക്കത് ട്രേഡ് ചെയ്യാൻ പറ്റും, ഫ്യൂച്ചറിൽ അതിന് കൂടുതൽ വാല്യൂവും കിട്ടും. ഇത്തരത്തിലുള്ള ഒരു സംഗതിക്ക് പറയുന്ന പേരാണ് ധനകാര്യ ആസ്തി എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇപ്പം ഉദാഹരണത്തിന് ഒരു കമ്പനിയുടെ ഷെയർ, ഓഹരി എന്ന് നമ്മൾ പറയും, ഒരു കമ്പനിയുടെ ഷെയർ. അപ്പം നോക്കിയേ, അതിനൊരു വാല്യൂ ഉണ്ട് ഇല്ലേ, അതിനൊരു എക്കണോമിക് വാല്യൂ ഉണ്ട്. ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് റിലയൻസിൻ്റെ ഒരു ഷെയർ മേടിക്കുന്ന 5000 രൂപയ്ക്ക് നമ്മളൊരു ഷെയർ മേടിച്ചു എന്ന് പറയുമ്പോൾ അതിന് 5000 എന്ന് പറയുന്നതിൻ്റെ എക്കണോമിക് വാല്യൂ ആണ്. എക്കണോമിക് വാല്യൂ ഉണ്ട്. ഓക്കെ, എക്കണോമിക് വാല്യൂ ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഓണർഷിപ്പ് ഉണ്ട് ഇല്ലേ. ഞാൻ 5000 രൂപയുടെ ഷെയർ റിലയൻസിൽ നിന്ന് വാങ്ങിയെന്ന് പറയുമ്പോൾ ഞാനൊരു ഷെയർ ഹോൾഡർ കൂടിയാണ് ആ കമ്പനിയുടെ. എനിക്ക് അവിടെ ഒരു അവകാശം കിട്ടി ആ കമ്പനിയിൽ. ഓക്കെ, അപ്പം ഒരു എക്കണോമിക് വാല്യൂ ഉണ്ടായിരിക്കണം, ഒരു ഓണർഷിപ്പ് ഉണ്ടായിരിക്കണം, അതുപോലെ ട്രേഡ് ചെയ്യാൻ പറ്റണം, ഇത് നമുക്ക് വിൽക്കാൻ പറ്റണം. ഈ ഒരു ഷെയർ എനിക്ക് ഇന്ന് വിറ്റിട്ട് എനിക്കിത് വിൽക്കാൻ പറ്റണം. ഞാൻ ഇന്ന് വാങ്ങി എനിക്കിത് നാളെ വിൽക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ഫ്യൂച്ചറിൽ അതിനൊരു വാല്യൂ ഉണ്ടായിരിക്കണം. ഞാൻ ഇന്ന് വാങ്ങിയ ഷെയർ ഞാൻ 2 വർഷം കഴിഞ്ഞ് വിൽക്കുമ്പോൾ എനിക്ക് 5000 രൂപയല്ല, ചിലപ്പോൾ 10000 രൂപ എനിക്ക് കിട്ടിയെന്നിരിക്കും. സോ ഫ്യൂച്ചറിൽ എനിക്കതിനൊരു പ്രോഫിറ്റ് ഉണ്ടായിരിക്കും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇത്രയും ഗുണങ്ങളുള്ള ഒരു ഓണർഷിപ്പിന് നമ്മൾ പറയുന്ന പേരാണ് ധനകാര്യ ആസ്തി എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇത് നമുക്കൊരിക്കലും കാണാൻ പറ്റത്തില്ല, നമുക്ക് ഫിസിക്കലി ടച്ച് ചെയ്യാൻ പറ്റുന്നൊരു സാധനമല്ല ഇത്. ബട്ട് ഇത് നമുക്ക് കാണാൻ പറ്റും. ഇൻടാഞ്ചിബിൾ ആണ്, ബട്ട് നമുക്ക് കാണാൻ പറ്റും. മേ ബി ഇറ്റ്സ് ഒരു ഡോക്യുമെൻ്റ് ആയിരിക്കാം, ഒരു പ്രിപ്പയർ ചെയ്യപ്പെട്ട ഒരു PDF ഡോക്യുമെൻ്റ് ആയിരിക്കാം, ഒരു ഡിജിറ്റൽ ഫോർമാറ്റുള്ള ഒരു ഡോക്യുമെൻ്റ് ആയിരിക്കാം എന്തെന്ന് പറയുന്നത് ഈ ധനകാര്യ ആസ്തി എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ട്? ഇത്
ക്രയവിക്രയം ചെയ്യപ്പെടുന്ന മാർക്കറ്റാണ് എന്തെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാർക്കറ്റ്. അപ്പോൾ ഫിനാൻഷ്യൽ മാർക്കറ്റ് ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങുകയും വിൽക്കുകയും ചെയ്യപ്പെടുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കാം. ക്ലിയർ? ഇനി നോക്കാം. ധനകാര്യ വിപണി ധനകാര്യാസ്തികൾ സൃഷ്ടിക്കുന്നതിനും കൈമാറ്റം ചെയ്യുന്നതിനുമുള്ള വിപണിയാണ് ധനകാര്യ വിപണി. നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? ഷെയർ, ബോണ്ട്, ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, ട്രഷറി ബില്ല്, ഇതൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യപ്പെടുന്ന സ്ഥലമാണ് ധനകാര്യ വിപണി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ ആലോചിക്കുക, എന്തിനാണ് ഈ വിപണി? ഇതുകൊണ്ട് എന്താണ് ബെനഫിറ്റ്? നമ്മുടെ രാജ്യത്തിന് എന്ത് ബെനഫിറ്റാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയുമുണ്ട് ഉത്തരം. ഓക്കെ, ഈ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു ബ്രിഡ്ജാണ്, ഒരു പാലം പോലെ പ്രവർത്തിക്കുന്നു. ഇപ്പോൾ ഒരു പാലം എന്ന് പറയുമ്പോൾ അവിടെ രണ്ടറ്റത്ത് രണ്ട് ആളുകളുണ്ടാവുമല്ലോ, രണ്ട് പേരെ കണക്ട് ചെയ്യുന്നതായിരിക്കുമല്ലോ ഒരു പാലം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആരെയൊക്കെയാണ് കണക്ട് ചെയ്യുന്നത്? ദാറ്റ് ഈസ് വൺ ഈസ് സേവേഴ്സ്, മീൻസ് അധിക പണം നിക്ഷേപിക്കാൻ തയ്യാറുള്ളവർ, മറ്റൊന്ന് പണം ആവശ്യപ്പെടുന്നവർ അല്ലെങ്കിൽ പണം വേണ്ടവർ. ഉദാഹരണത്തിന് ഞാനൊരു കമ്പനി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു 10 ലക്ഷം രൂപയുടെ എനിക്ക് അധികം വേണം. എനിക്ക് 10 ലക്ഷം രൂപ അധികം വേണം. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്യും? 10 ലക്ഷം രൂപയുടെ ഷെയർ ഞാൻ എന്ത് ചെയ്യും? വിൽക്കും. കമ്പനിയുടെ 10 ലക്ഷം രൂപയുടെ ഷെയർ ഞാൻ വിൽക്കും, ഫിനാൻസ് മാർക്കറ്റിൽ കൊണ്ടുവന്ന് ഞാൻ വിൽക്കും. ഓക്കെ, അവിടെ എനിക്ക് പണമാണ് വേണ്ടത്, പണം വേണ്ട ആൾ അല്ലേ? പണം എനിക്ക് വേണം, ഞാൻ ആ ഒരു സിറ്റുവേഷനിലേക്ക്. അപ്പോൾ ഈ മാർക്കറ്റിൽ തന്നെ മറ്റൊരാളുണ്ട്, അയാളുടെ കയ്യിലാണെന്നുണ്ടെങ്കിൽ അയാൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അയാൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പണമായിട്ട് നിൽക്കുന്ന ഒരാളുണ്ട്. ഓക്കെ, അയാളുടെ കയ്യിൽ 10 ലക്ഷം രൂപയുണ്ട്. അപ്പോൾ അയാൾ എന്ത് ചെയ്യും? എൻ്റെ ഷെയർ വാങ്ങി 10 ലക്ഷം രൂപ എനിക്ക് തന്നുകൊണ്ട് എൻ്റെ ഷെയർ അങ്ങ് മേടിക്കുന്നു. ദാറ്റ് മീൻസ് ദർ ഈസ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ്. അദ്ദേഹം 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ആ ഷെയർ അങ്ങ് മേടിക്കുന്നു. അപ്പോൾ പണം ആവശ്യമുള്ള എന്നെയും പണം അധികമുള്ള ആ ബി എന്ന് പറയുന്ന ആളിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജാണ് എന്തെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അടുത്ത പോയിന്റ് നോക്കാം. അടുത്ത പണത്തിൻ്റെ ഒഴുക്ക്, ദാറ്റ് മീൻസ് ഫ്ലോ ഓഫ് മണി. ഓക്കെ, പണത്തിൻ്റെ ഒഴുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പണം അധികമുള്ളവരിൽ നിന്ന് ആവശ്യക്കാരിലേക്ക് എത്തുന്നു. ദാറ്റ് ഈസ് ഓഹരി വാങ്ങുന്നത് കമ്പനി വികസനത്തിന് ഫണ്ട് ലഭിക്കുന്നു. ഇവിടെ എന്താണ്? ഒരു ഫ്ലോ ഓഫ് മണി നടക്കുന്നു അല്ലേ? പണം ഉള്ള ആളുടെ നിന്ന് പണം ഇല്ലാത്ത ആളുടെ കയ്യിലേക്ക് എന്ത് ചെയ്യുന്നു? പണം എത്തുന്നു. ഓഹരി വാങ്ങാൻ വേണ്ടി പൈസ തരുന്നതാണ്. സോ ദർ ഈസ് എ ഫ്ലോ ഓഫ് മണി. ക്ലിയർ ആണല്ലോ? അടുത്ത് നോക്കാം, മൂലധന നിർമ്മാണം അല്ലെങ്കിൽ ക്യാപിറ്റൽ ഫോർമേഷൻ. അപ്പം ഞാനിപ്പോൾ 10 ലക്ഷം രൂപ ഒരാളുടെ നിന്ന് മേടിച്ചു, 5 ലക്ഷം രൂപ മറ്റൊരാളുടെ നിന്ന് മേടിച്ചു, 3 ലക്ഷം രൂപ മറ്റൊരാളുടെ നിന്ന് മേടിച്ചു. ഇപ്പോൾ 15 3 18 ലക്ഷം രൂപ എൻ്റെ കയ്യിലായി. അപ്പം ഈ 18 ലക്ഷം രൂപ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എൻ്റെ കമ്പനിക്കുള്ള മൂലധനമാണ്. ഞാനിതുപോലെ പല ആളുകളിൽ നിന്നും ഞാനിതുപോലെ പണം നിക്ഷേപിക്കപ്പെടുന്നു. ഞാൻ മറ്റു പല ആളുകളെ കൊണ്ട് എൻ്റെ കമ്പനിയിൽ നിക്ഷേപിക്കുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു? എനിക്ക് മൂലധനം നിർമ്മിക്കാൻ കഴിയുന്നു. ഐ ക്യാൻ ഫോം ദ ക്യാപിറ്റൽ. എനിക്ക് എൻ്റെ കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള മൂലധനം എനിക്ക് നിർമ്മിക്കാൻ പറ്റുന്നു, ഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുന്നു? എനിക്ക് കൂടുതൽ വ്യവസായങ്ങളിലേക്ക് എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ലഭ്യത, നിക്ഷേപങ്ങൾ എളുപ്പത്തിൽ വാങ്ങി വിൽക്കാൻ പറ്റും. അപ്പോൾ ഈ ഫിനാൻസ് മാർക്കറ്റ് ഉള്ളതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം ഞാൻ ഷെയർ മേടിച്ച് കഴിഞ്ഞാൽ എനിക്ക് വിൽക്കണമെങ്കിൽ എനിക്ക് വിൽക്കാം. മനസ്സിലാവുന്നുണ്ടോ? നിക്ഷേപങ്ങൾ എളുപ്പത്തിൽ വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. മറ്റൊന്ന് വില നിർണ്ണയം, പ്രൈസ് ഡിസ്കവറി. അതും ഫിനാൻസ് മാർക്കറ്റ് ഉള്ളതുകൊണ്ടാണ് പറ്റുന്നത്. സോ ഡിമാൻഡ് ആൻഡ് സപ്ലൈ അടിസ്ഥാനത്തിൽ ഓഹരി, ബോണ്ട് എന്നിവയുടെ നീതിവില നിശ്ചയിക്കപ്പെടുന്നു. അപ്പം ഒരു ഷെയറിൻ്റെ വില അവിടെ നിശ്ചയിക്കപ്പെടുന്നതെന്ന് പറയുന്നത് ഡിമാൻഡ് അനുസരിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു മാർക്കറ്റിൽ വരുമ്പോഴാണ് ശരിക്കും ഡിമാൻഡ് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റൂ. അപ്പം കൃത്യമായിട്ടൊരു വില നിർണ്ണയം നടക്കണമെന്നുണ്ടെങ്കിൽ അതൊരു മാർക്കറ്റായിരിക്കണം. ഓക്കെ, മറ്റൊരു പോയിന്റ് സാമ്പത്തിക വളർച്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ 10 ലക്ഷം രൂപ മേടിച്ചിട്ട് എൻ്റെ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു. അതുപോലെ മറ്റൊരാളും മറ്റൊരാളുടെ കയ്യിൽ നിന്ന് ഷെയർ വിറ്റ് പൈസ വാങ്ങി, ഫിനാൻസ് മാർക്കറ്റിൽ കൊണ്ടുവന്നിട്ട് ഷെയർ വിറ്റു പൈസ വാങ്ങി. അങ്ങനെ എന്ത് ചെയ്യുന്നു? പല കമ്പനികൾ വികസിക്കപ്പെടുന്നു. ഇപ്പോൾ കമ്പനി തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പൈസയില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ ഷെയർ വിറ്റിട്ട് കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ഇങ്ങനെ കമ്പനി വികസിക്കുന്നതിലൂടെ എന്ത് കൊണ്ടുവരുന്നു? കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു, കൂടുതൽ ഉൽപ്പാദനം വർദ്ധിക്കുന്നു. അതിലൂടെ എന്തുണ്ടാകുന്നു? നമ്മുടെ രാജ്യത്തിന് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ?
അതുപോലെ തന്നെ റിസ്ക് ഷെയറിങ്, ദറ്റ് മീൻസ് ഇൻഷുറൻസ്, ഡെറിവേറ്റീവ്സ് മാർക്കറ്റ് മുതലായ വഴി സാമ്പത്തിക അപകടങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. മീൻസ് ഈ ഇൻഷുറൻസ് കമ്പനികളുടെ ഒരു എന്താ പറയുന്നത്, അതുപോലെ തന്നെ ഡെറിവേറ്റീവ് മാർക്കറ്റ്, ഇതിൻ്റെയൊക്കെ ഈ ഒരു ഇത്തരത്തിലുള്ള ബിസിനസ്സിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റിസ്ക് ഷെയറിങ്, വലിയൊരു സാമ്പത്തിക നഷ്ടം ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ, അപ്പം ഇത്രയാണ് എന്തെന്ന് പറയുന്നത് നമ്മൾ വൈ ഫിനാൻസ് മാർക്കറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തിനാണ് ഈ ഫിനാൻഷ്യൽ മാർക്കറ്റ് നിലകൊള്ളുന്നത് നമ്മുടെ രാജ്യത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരമാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പം എന്ത് ചെയ്യാൻ പറ്റും, നിക്ഷേപങ്ങൾ സ്വീകരിക്കാം, നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതിലൂടെ മൂലധനം സമാഹരിക്കുന്നതിലൂടെ എന്ത് സംഭവിക്കുന്നു, ഒരു കമ്പനി വളർന്നു വരുമ്പം അതിലൂടെ എന്ത് സംഭവിക്കുന്നു, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു, ഇല്ലേ, നമ്മുടെ രാജ്യത്ത് വലിയ വികസനങ്ങൾ ഉണ്ടാകുന്നു, തദ്വാര രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച കൈവരിക്കാൻ പറ്റുന്നുണ്ട്. അതെല്ലാം എന്തുള്ളത് കൊണ്ടാണ്, ബേസിക്കലി ഈ ഫിനാൻഷ്യൽ മാർക്കറ്റ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ ആണേ? നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. ഇനി ഈ ധനകാര്യ വിപണിയുടെ ധർമ്മങ്ങൾ, ഫങ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്, എന്താണ് സത്യത്തിൽ ഈ ധനകാര്യ വിപണി ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് നോക്കിക്കോളൂ. സമ്പാദ്യങ്ങൾ ശേഖരിച്ച് ഏറ്റവും ഉൽപാദനക്ഷമമായ മേഖലകളിലേക്ക് വഴിതിരിച്ചു വിടുന്നു. ദറ്റ് ഇസ് മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ് ആൻഡ് ചാനലൈസിങ് ദം ഇൻ ടു ദ മോസ്റ്റ് പ്രൊഡക്റ്റീവ് സെക്ടർ അല്ലെങ്കിൽ യൂസർ. അതായത് ഇത് ഇപ്പോൾ സമ്പാദ്യങ്ങൾ ശേഖരിക്കപ്പെടുന്നു. ഇപ്പോൾ ഒരാൾക്ക് പണം വേണമെന്നുണ്ടെങ്കിൽ അയാളിലേക്ക് പണം എത്തുന്നു. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞ പോലെ എനിക്കൊരു 10 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഈ എൻ്റെ ഷെയർ ഞാൻ വിൽക്കും. ഫിനാൻഷ്യൽ മാർക്കറ്റിൽ വന്നിട്ട് എൻ്റെ ഷെയർ ഞാൻ വിറ്റിട്ട് ഞാൻ ധനം സമാഹരിക്കുന്നു. അപ്പം എന്നിലേക്ക് എത്തുന്ന പണം എന്ന് പറയുന്നത് വളരെ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഈ പലരെ സംബന്ധിച്ച് പലരുടെയും കയ്യിൽ വെറുതെ പൈസ ഇരിപ്പുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യും, അവർ ഓരോ ഷെയർ മേടിക്കും. അപ്പോൾ അവരുടെ സമ്പാദ്യം നമ്മൾ ശേഖരിക്കുന്നു, പല കമ്പനികളിലും ശേഖരിച്ചിട്ട് എന്ത് ചെയ്യുന്നു, വളരെ പ്രൊഡക്റ്റീവായിട്ട് ബിസിനസ് ചെയ്യുന്നു. അതാണ് മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ്. ഒരാളുടെ സേവിങ്സ് വെറുതെ കിടക്കുകയല്ല. ഇപ്പം നിങ്ങൾ ബാങ്കിൽ 10 ലക്ഷം രൂപ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ പൈസ നേരെ പോകുന്നത്, ഇപ്പം നിങ്ങൾ HDFC ബാങ്കിൽ കൊണ്ടുപോയി 10 ലക്ഷം രൂപ ഇട്ടെന്ന് കരുതുക, ഡെപ്പോസിറ്റായിട്ട് നിങ്ങൾ 10 ലക്ഷം രൂപ ഇട്ടു. ആ HDFC ബാങ്ക് ആ 10 ലക്ഷം രൂപ എന്ത് ചെയ്യുന്നു, മറ്റൊരു ഷെയർ മാർക്കറ്റിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, മറ്റൊരു കമ്പനിയുടെ ഷെയർ വാങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു, നിങ്ങളുടെ സേവിങ്സ് കിടക്കുന്ന പൈസ വേറൊരു ബിസിനസ്സിൻ്റെ ഒരു വികസനത്തിലേക്ക് ചാനലൈസ് ചെയ്യുന്നു, ഈ മറ്റൊരു ചാനലിലേക്ക് മൂവ് ചെയ്യുന്നു. ഓക്കെ, അതുപോലെ തന്നെ വില കണ്ടെത്താൻ സഹായിക്കുന്നു, ഫെസിലിറ്റേറ്റിംഗ് ദ പ്രൈസ് ഡിസ്കവറി, ധനകാര്യ ആസ്തികൾക്ക് ദ്രവത്വം നൽകുന്നു, പ്രൊവൈഡിങ് ലിക്വിഡിറ്റി ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ്. നമ്മളുടെ ഫിനാൻഷ്യൽ അസറ്റ്സിന് എന്താകുന്നു, ഒരു ലിക്വിഡിറ്റി ഉണ്ടാകുന്നു, അതിനൊരു ദ്രവത്വം ഉണ്ടാകുന്നു, ഒരു വാല്യൂവും അതിനൊരു മൂവ്മെൻറ്റും ഉണ്ടാകുന്നു. അതുപോലെ തന്നെ റെഡ്യൂസിങ് ദ കോസ്റ്റ് ഓഫ് ട്രാൻസാക്ഷൻസ്, അതായത് ഈ പറയുന്ന പോലെ നമ്മൾ ഈ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ ഷെയറുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമ്പോഴുള്ള കോസ്റ്റുകൾ, ആ ട്രാൻസാക്ഷൻ്റെ കോസ്റ്റുകൾ റെഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, നമ്മളുടെ ഈ ധനകാര്യ വിപണി ഫിനാൻഷ്യൽ മാർക്കറ്റിനെ കുറിച്ച് പറഞ്ഞല്ലോ, FM ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് കൊടുത്തേക്കാം. ഓക്കെ, ഇതിനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. 2 തരത്തിലുള്ള മാർക്കറ്റുകളുണ്ട്. ഓക്കെ, അതിലൊന്നാണ് പണവിപണി അല്ലെങ്കിൽ മണി മാർക്കറ്റ്. ഓക്കെ, മറ്റൊന്ന് മൂലധന വിപണി അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റ്. ഓക്കെ, 2 തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് മണി മാർക്കറ്റും മറ്റൊന്ന് ക്യാപിറ്റൽ മാർക്കറ്റ്. രണ്ടും നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. ഓക്കെ, അപ്പം അത് തരംതിരിച്ചിരിക്കുന്നത് എങ്ങനെയാണ്, ഇതിൻ്റെ ഒരു ഫിനാൻസ് മാർക്കറ്റിനെ എങ്ങനെയാണ് മണി മാർക്കറ്റും അതുപോലെ ക്യാപിറ്റൽ മാർക്കറ്റും എന്ന് തരംതിരിച്ചിരിക്കുന്നതിൻ്റെ ഒരു അടിസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ഈ 2 മാർക്കറ്റിലും ഈ മാർക്കറ്റുകളിൽ ട്രേഡ് ചെയ്യപ്പെടുന്ന ഇൻസ്ട്രുമെൻറ്റ്സ്, ആ ഇൻസ്ട്രുമെൻസിൻ്റെ കാലാവധി അനുസരിച്ചിട്ട്, ഇപ്പോൾ ഫിനാൻഷ്യൽ അസറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഫിനാൻഷ്യൽ അസറ്റ്സ് എന്ത് ചെയ്യുന്നു, ട്രേഡ് ചെയ്യപ്പെടുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ചിലർ വാങ്ങുന്നു, ചിലർ വിൽക്കുന്നു, ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഈ ഫിനാൻഷ്യൽ അസറ്റ്സിൻ്റെ ഡ്യൂറേഷൻ, ഓക്കെ, ഒരു ഫിനാൻഷ്യൽ അസറ്റിൻ്റെ കാലാവധി എത്ര നാളാണ്, ആ കാലാവധി അനുസരിച്ചിട്ടാണ് നമ്മൾ മാർക്കറ്റിനെ 2ആയിട്ട് തരംതിരിച്ചിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അത് 2 തരത്തിലായിരിക്കുമല്ലോ ഡ്യൂറേഷൻ വരുന്നത്, ഒന്ന് ഷോർട്ട് ടേമും ലോങ് ടേമും. അപ്പം ഷോർട്ട് ടേം ആണെന്നുണ്ടെങ്കിൽ മണി മാർക്കറ്റും, അതുപോലെ ലോങ് ടേമിലേക്കുള്ള
എന്താ പറയുന്ന ധനകാര്യ ആസ്തിയാണ് നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളതിനെ എന്തെന്ന് പറയുന്നത് ക്യാപിറ്റൽ മാർക്കറ്റ് എന്നും പറയുന്നു. ഇങ്ങനെ രണ്ട് തരത്തിലാണ് എന്തിനെ തരംതിരിച്ചിരിക്കുന്ന ഫിനാൻഷ്യൽ മാർക്കറ്റിനെ നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്കിനി രണ്ടും വിശദമായിട്ട് നോക്കാം. നമുക്കിനി പണവിപണി അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ മണി മാർക്കറ്റിനെ കുറിച്ച് വിശദമായിട്ട് നോക്കാം. ഓക്കെ, അത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ഫിനാൻഷ്യൽ മാർക്കറ്റിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, മണി മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ്. അപ്പം നമ്മൾ ഡീൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഇവിടെ ട്രേഡ് ചെയ്യപ്പെടുന്ന നമ്മൾ ഇൻസ്ട്രുമെൻ്റ് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഇപ്പോൾ ഏത് തരത്തിലുള്ള ഫിനാൻഷ്യൽ അസറ്റാണ് നമ്മൾ ട്രേഡ് ചെയ്യപ്പെടുന്നത് അതിൻ്റെ കാലാവധി അനുസരിച്ചാണ് രണ്ട് തരംതിരിവ് വന്നിരിക്കുന്നത്. കൺഫ്യൂഷൻ ആകരുത്. നോക്കാം. ഇനി ആദ്യം മണി മാർക്കറ്റ് നമുക്ക് നോക്കാം. ഹ്രസ്വകാല അതായത് നമുക്കൊരു ഷോർട്ട് ടേമിലേക്ക് പണം സ്വരൂപിക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഒരു വർഷം വരെയുള്ള കാലാവധിയുള്ള ധനകാര്യ ആസ്തികൾ കൈകാര്യം ചെയ്യുന്ന വിപണിയാണ് പണവിപണി. അതായത് ഒരു കമ്പനി, ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞ ഒരു കമ്പനി, ഓക്കെ, ആ കമ്പനിക്ക് ഷോർട്ട് ടേമിലേക്ക് കുറച്ച് പൈസ ആവശ്യമുണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് അവർ പ്രവർത്തനം തുടങ്ങി. അപ്പം പ്രവർത്തിക്കുന്ന സമയത്ത് അവർക്ക് റോ മെറ്റീരിയൽസ് മേടിക്കാൻ വേണ്ടിയിട്ട്, ചിലപ്പം ഉദാഹരണമായിട്ടും പറയാം, ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു, ആ കമ്പനി മാനുഫാക്ചറിങ് ഒക്കെ നടന്നു പോകുന്നുണ്ട്. പക്ഷെ അവർക്ക് ഒരു വർഷത്തേക്ക് കുറച്ച് ഷോർട്ട് ടേമിലേക്ക് കുറച്ച് പൈസ വേണം. അവർക്ക് ഒന്നുകിൽ വർക്കിംഗ് ക്യാപിറ്റൽ വാങ്ങാനോ അല്ലാതെ റോ മെറ്റീരിയൽസ് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട് ഒരു ഷോർട്ട് ടേമിലേക്ക്. അപ്പം ആ സമയത്ത് അങ്ങനെ ആ ഷോർട്ട് ടേമിലേക്ക് ധനം സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ഒരു വർഷം വരെ കാലാവധിയുള്ള, മാക്സിമം ഒരു വർഷം വരെ കാലാവധിയുള്ള ധനകാര്യ ആസ്തികൾ വിൽക്കും. ഓക്കെ, എന്നിട്ട് അവർ പണം സമാഹരിക്കും. ഒരു വർഷത്തേക്കുള്ള പൈസ ആയിരിക്കും സമാഹരിക്കുന്നത്. ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് ഇവർ വാങ്ങിയ ഷെയർ അല്ലെങ്കിൽ ഇവർ വിറ്റ ഷെയർ തിരിച്ചു കൊടുത്ത് പൈസയൊക്കെ മേടിക്കാൻ പറ്റും. ഓക്കെ, അത് റെഡീം ചെയ്യും, അത് പോട്ടെ, അത് രണ്ടാമത്തെ കാര്യം. അപ്പം ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഒരു ഷോർട്ട് ടൈമിലേക്കുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു കമ്പനി പൈസ സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ധനകാര്യ ആസ്തികൾ കൈകാര്യം ചെയ്യുന്ന വിപണിയാണ് പണവിപണി അല്ലെങ്കിൽ മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഹ്രസ്വകാല ധനകാര്യ ആസ്തികൾ, അതായത് ഷോർട്ട് ടേം ഫിനാൻഷ്യൽ അസറ്റ് മാത്രമേ വ്യാപാരം ചെയ്യുന്നുള്ളൂ. അപ്പോൾ പണവിപണി എന്ന് പറയുമ്പോൾ അവിടെ ഷോർട്ട് ടേം കാലാവധി, അത് ചെറിയ ടേമിലേക്കുള്ള 1 ഇയർ വരെയൊക്കെ കാലാവധിയുള്ള ധനകാര്യ ആസ്തികൾ മാത്രമേ അവിടെ കിട്ടത്തുള്ളൂ. ഓക്കെ, കാരണം എന്താ, കമ്പനികൾക്ക് അത്യാവശ്യം പൈസ വേണം, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഉയർന്ന ദ്രവത്വം, ഹൈ ലിക്വിഡിറ്റി. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷോർട്ട് ടൈമിലേക്കുള്ള ധനകാര്യ ആസ്തി ആയതുകൊണ്ട് തന്നെ നമുക്കത് ഈസി ആയിട്ട് ലിക്വിഫൈ ചെയ്യാൻ പറ്റും. നമുക്കത് പണമാക്കണമെങ്കിൽ പെട്ടെന്ന് പണമാക്കാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ കുറഞ്ഞ നഷ്ടസാധ്യത, അതായത് സുരക്ഷിത നിക്ഷേപങ്ങൾ. ഓക്കെ, ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷോർട്ട് ടേം, അത് നിങ്ങൾ മനസ്സിലാക്കണം, ഷോർട്ട് ടേം ഫിനാൻഷ്യൽ അസറ്റൊക്കെ പുറത്തിറക്കുന്ന ആരൊക്കെയെന്ന് വെച്ചാൽ ഗവൺമെൻറ്റുകൾ, നമ്മൾ സർക്കാർ, അത് പ്രത്യേകിച്ച് സെൻട്രൽ ഗവൺമെൻറ്, അതുപോലെ തന്നെ ബാങ്കുകൾ, അതുപോലെ മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, NBFC, നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനീസ്, ഇതുപോലുള്ള സ്ഥാപനങ്ങളാണ് ഈ ഷോർട്ട് ടേം ഷോർട്ട് ടേം ഇൻസ്ട്രുമെൻറ്റ്സ് പുറത്തിറക്കുന്നത്. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അപ്പം ചെറിയ കാലാവധിയിലേക്ക് പൈസ സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഷോർട്ട് ടേം ഫിനാൻഷ്യൽ അസറ്റ്സ് പുറത്തിറക്കുന്ന ആരൊക്കെയാണ്? ഗവൺമെൻറ്റാണ്, ബാങ്കുകൾ പുറത്തിറക്കുന്നുണ്ട്, വലിയ നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനീസ് പുറത്തിറക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോ റിസ്ക് ആണ്. അതിൻ്റെ ഷെയർ വാങ്ങുന്ന ഒരാളെ സംബന്ധിച്ച് അവർക്ക് നഷ്ടമില്ല, കാരണം ഗവൺമെൻറ്റിൻ്റെ ഷെയറാണ്, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പുറത്തിറക്കുന്ന ഒരു സെക്യൂരിറ്റിയാണ്. അത് വാങ്ങിയ നഷ്ടമൊന്നും വരത്തില്ല, കാര്യം ഗവൺമെൻറ് ഒരിക്കലും പൂട്ടി പോകത്തില്ല. അതുപോലെ ബാങ്കുകൾ നമുക്ക് ധൈര്യമായിട്ട് മേടിക്കാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ കുറഞ്ഞ നഷ്ടസാധ്യത, അവിടെ റിസ്ക് കുറവാണ് ഷോർട്ട് ടേം സെക്യൂരിറ്റീസിന്. ക്ലിയർ? അതുപോലെ ഈടില്ലാത്ത കടപ്രമാണങ്ങൾ, അൺസെക്യൂർഡ് ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്, അവിടെ നമുക്ക് ഈടൊന്നുമില്ല. ഇത് ക്രയവിക്രയം ചെയ്യുമ്പോൾ സെക്യൂരിറ്റിയുടെ ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ ഓർക്കുക, ഭൗതിക വിപണിയില്ല. മണി മാർക്കറ്റിന് ഭൗതിക വിപണിയില്ല. അതായത് നമുക്ക് ഫിസിക്കലി നമുക്കൊരു ഒരു സ്പേസ് ഇല്ല അവിടെ. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് നമുക്ക് സെല്ല് ചെയ്യാനും വിൽക്കാനും വാങ്ങാനും ഒക്കെ ഫിസിക്കൽ സ്പേസ് ഇല്ല. മറിച്ച് അത് ടെലിഫോണിലൂടെയും നെറ്റിലൂടെയും ഇൻ്റർനെറ്റിലൂടെയൊക്കെയാണ് ആ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നത്. അപ്പം മണി മാർക്കറ്റ് ഓപ്പറേഷൻ നടക്കുന്നത് ഫിസിക്കൽ സ്പേസിലൂടെ അല്ല. ക്ലിയർ? മനസ്സിലാക്കാം. ഓക്കെ, അപ്പം ഇനി ഇത് പുറത്തിറക്കുന്ന ആരൊക്കെയാണ്? RBI, വാണിജ്യ ബാങ്കുകൾ, ബാങ്കിതര ധനകാര്യ കമ്പനികൾ, വൻകിട കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ, മ്യൂച്വൽ ഫണ്ടുകൾ തുടങ്ങിയവയാണ് ഈ വിപണിയിലെ പ്രധാന പങ്കാളികൾ.
അതായത് ഷോർട്ട് ടേം സെക്യൂരിറ്റീസ് ഇറക്കുന്ന ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ RBI ഉണ്ട്, ഗവൺമെൻറ് ഉണ്ട്, ബാങ്ക് ഉണ്ട്, നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനീസ് ഉണ്ട്. ഇവരൊക്കെ അതിൻ്റെ ഷോർട്ട് ടേം എന്താ പറയുന്ന ഫിനാൻഷ്യൽ അസറ്റ് പുറത്തിറക്കുന്നത്, വിൽക്കുന്നത് ഈ ഇത്രയും വലിയ കമ്പനീസാണ്. സോ അവിടെ റിസ്ക് എന്ന് പറയുന്ന കാര്യമില്ല. കാരണം ആര് മേടിച്ചാലും അവർക്ക് ലാഭമോ നഷ്ടം വരത്തില്ല. താൽക്കാലിക പണാവശ്യങ്ങൾ നിറവേറ്റുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. ഓക്കെ, ഈ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ അസറ്റ് പുറത്തിറക്കുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ കാലയളവിലേക്ക് ഉണ്ടാവുന്ന പണത്തിൻ്റെ ആവശ്യങ്ങൾ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രഷറി ബില്ലുണ്ട്, കൊമേഴ്ഷ്യൽ പേർപ്പസ് ഉണ്ട്, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, റീപർച്ചേസ് എഗ്രിമെൻറ്റ് ആൻഡ് ബാങ്കേഴ്സ് അക്സെപ്റ്റൻസ്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഷോർട്ട് ടേം ഫിനാൻഷ്യൽ അസറ്റ് എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ നമ്മൾ ട്രഷറി ബില്ലിനെ കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ടൊരു ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡീറ്റെയിൽസ് ഞാൻ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആ വീഡിയോ കാണാത്തവർ അതൊന്ന് കയറി കാണുക. ട്രഷറി ബില്ലിനെ കുറിച്ചുള്ള വളരെ വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഇതൊരു ചെറിയൊരു എക്സ്പ്ലനേഷനാണ്. മണി മാർക്കറ്റ് എന്ന് പറയുന്നതാണ്, ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് എ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓർ എ കമ്മോഡിറ്റി മാർക്കറ്റ് വിത്ത് എ ഫിസിക്കൽ ട്രേഡിംഗ് ഫ്ലോർ. ഞാൻ ആദ്യം കാണിച്ചൊരു ഫോട്ടോ ഉണ്ടല്ലോ, നിങ്ങൾ കണ്ടോ, ശ്രദ്ധിച്ചായിരുന്നോ? ഓക്കെ, ഇത് കണ്ടോ, ഇതൊരു ഫിസിക്കൽ സ്പേസ് അല്ലേ കാണിച്ചിരിക്കുന്നത്. ഇതൊരിക്കലും മണി മാർക്കറ്റ് അല്ല. മണി മാർക്കറ്റ് ഒരു ഫിസിക്കൽ സ്പേസ് ഇല്ല. ഓക്കെ, അതാദ്യം മനസ്സിലാക്കുക. ക്ലിയർ? മണി മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് പോലെയല്ല, ഒരു കമ്മോഡിറ്റി മാർക്കറ്റ്, നമ്മൾ ഫിഷ് മാർക്കറ്റ് പോലെയല്ല, അല്ലെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ മാർക്കറ്റ് പോലെയല്ല. അതിൻ്റെ ഫിസിക്കൽ സ്പേസ് ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? ഇറ്റ് ഈസ് എ വിർച്വൽ ഓർ ഓവർ ദ കൗണ്ടർ മാർക്കറ്റ്, മീനിങ് ട്രാൻസാക്ഷൻസ് ആർ ഡൺ ത്രൂ ടെലിഫോൺ, ഇൻ്റർനെറ്റ്, ഇലക്ട്രോണിക് ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസ്, ബാങ്കിങ് നെറ്റ്വർക്ക്സ് അല്ലേ. അപ്പം മണി മാർക്കറ്റിൽ നിങ്ങൾക്ക് ഒരു ഷോർട്ട് ടേം സെക്യൂരിറ്റി വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫിസിക്കൽ സ്പേസിൽ പോകണ്ട, നിങ്ങൾക്ക് നെറ്റ് വഴി വാങ്ങാം, നിങ്ങൾക്ക് ഫോണിൽ കൂടെ വിളിച്ച് കറക്റ്റ് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇതാണ് അതിനകത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം മണി മാർക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോ ഫിസിക്കൽ സ്പേസ്. ഓക്കെ, അപ്പം മനസ്സിൽ കരുതിക്കോളുക. അപ്പം ഞാൻ കാണിച്ചത് ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ്, അത് മണി മാർക്കറ്റ് അല്ല, പകരം ക്യാപിറ്റൽ മാർക്കറ്റാണ്. ക്ലിയർ? അടുത്ത ഭാഗത്തേക്ക് പോകാം. അപ്പം നമുക്ക് പണവിപണി പ്രമാണങ്ങൾ, അതായത് മണി മാർക്കറ്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ഷോർട്ട് ടൈമിലേക്ക് പൈസ സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ധനകാര്യ ആസ്തികൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യപ്പെടുന്ന സ്ഥലമാണ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇനി മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്, ആ മണി മാർക്കറ്റിൽ ഏതൊക്കെ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ട്രേഡ് ചെയ്യപ്പെടുന്നത് നോക്കാം. ഒന്നാമത്താണ് ട്രഷറി ബില്ല്. ഞാൻ ട്രഷറി ബില്ലുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ പോയി കാണണം. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഒരു വർഷത്തിൽ താഴെ കാലാവധിയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഹ്രസ്വകാല വായ്പാ പ്രമാണമാണ് ട്രഷറി ബിൽ. ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ് സർക്കാരിൻ്റെ, കേന്ദ്ര സർക്കാരിൻ്റെ. അപ്പോൾ ട്രഷറി ബില്ല് ആരാണ് പുറത്തിറക്കുന്നത്? അത് കേന്ദ്ര സർക്കാരാണ്. ഓക്കെ, ഇതിൻ്റെ മറ്റൊരു പേര് T-ബിൽ എന്നാണ്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിന് കുറച്ച് പൈസ ആവശ്യമുണ്ട്, അത്യാവശ്യമായിട്ട് വേണ്ട പൈസ ഈ ഒരു വർഷത്തേക്ക് വേണം, എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? കേന്ദ്ര ഗവൺമെൻറ് ട്രഷറി ബില്ല് പുറത്തിറക്കുന്നു, അല്ലെങ്കിൽ T-ബില്ല് പുറത്തിറക്കുന്നു. ക്ലിയർ? അപ്പം കേന്ദ്ര സർക്കാർ ആര് വഴിയാണിത് ചെയ്യുന്നത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വഴിയാണ് ഈ ട്രഷറി ബില്ല് പുറത്തിറക്കുന്നതും ധനം സമാഹരിക്കുന്നു. ക്ലിയർ? എന്തിനു വേണ്ടിയിട്ടാണ്? സർക്കാരിൻ്റെ ഹ്രസ്വകാല ധന ആവശ്യങ്ങൾ നിറവേറ്റാൻ. ഇപ്പം ലോങ് ടേമിലേക്കല്ല. ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഒരു നാഷണൽ ഹൈവേ പ്രൊജക്റ്റ് ഇതിന് ട്രഷറി ബില്ല് പുറത്തിറക്കുമോ? ഇല്ല. കാരണം ഇതെന്ന് പറയുന്നത് വലിയൊരു പ്രൊജക്റ്റാണ്. നാഷണൽ ഹൈവേ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് മോർ ദാൻ 10 years വരുന്ന പ്രൊജക്റ്റാണ്. അപ്പോൾ അതിന് 1 year കാലാവധിയുള്ള ഒരു സെക്യൂരിറ്റി ഒരിക്കലും പുറത്തിറക്കത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? ഈ 1 year കാലാവധിയുള്ള സെക്യൂരിറ്റി പുറത്തിറക്കുന്നത് എന്തിനു വേണ്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹ്രസ്വകാലത്തിൽ ഉള്ള എന്തെങ്കിലും സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, കാലാവധി എത്രയാണ്? 90 ദിവസത്തിൻ്റെ ഉണ്ട്, 182 ഉണ്ട്, 364 ദിവസമുണ്ട്. എങ്ങനെ? 1, 2, 3 കാലാവധിയുള്ള, അതായത് 91 ദിവസം കാലാവധിയുള്ള ട്രഷറി ബില്ല് അവൈലബിൾ ആണ്, 182 ദിവസം കാലാവധിയുള്ള ട്രഷറി ബില്ല് അവൈലബിൾ ആണ്, അതുപോലെ 364 ദിവസം കാലാവധിയുള്ള ട്രഷറി ബില്ലും അവൈലബിൾ ആണ്. ഇതിനകത്തൊരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് ചോദിക്കും, ട്രഷറി ബില്ല് പുറത്തിറക്കുന്നത് ആരാണ്? അത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. ഓപ്ഷനകത്ത് സംസ്ഥാന ഗവൺമെൻറ്റിനോട് കാണും, തെറ്റിപ്പോകരുത്, കേന്ദ്ര ഗവൺമെൻറ്റാണ്. ഇതൊരു ഷോർട്ട് ടേം ആണ്. ആ 3 കാലയളവാണ് പറഞ്ഞിരിക്കുന്നത്, 91,
182 364. ക്ലിയർ. അടുത്ത പോയിന്റ്, പലിശ ഉണ്ടോ? പലിശയില്ല. ഇതെന്ന് പറഞ്ഞാൽ സീറോ കൂപ്പൺ ബോണ്ട് എന്നാണ് പറയുന്നത്. സീറോ കൂപ്പൺ ബോണ്ടാണിത്. ഓക്കെ, അതായത് ഇതിന് പലിശയില്ല. സാധാരണഗതിയിൽ നമ്മൾ ഒരു ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് പലിശ കിട്ടും. ഇവിടെ പലിശയില്ല. പകരം എന്താണ്, ഡിസ്കൗണ്ട് പ്രൈസിൽ വിറ്റ് കാലാവധി കഴിയുമ്പോൾ മുഖവില തിരികെ നൽകുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 100 രൂപ വിലയുള്ള ഒരു ട്രഷറി ബില്ല് ഗവൺമെൻറ് പുറത്തിറക്കി. ഓക്കെ, അതിൻ്റെ മുഖവില എത്രയാണ്? 100 രൂപയാണ്. അപ്പോൾ സർക്കാർ പറയുന്നത് 100 രൂപ വിലയുള്ള ട്രഷറി ബില്ല് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് വേണം വാങ്ങാം. അപ്പോൾ നിങ്ങൾ ഫോൺ എടുക്കുന്നു, ഫോണിൽ കൂടെ ഫോൺ ത്രൂ നിങ്ങൾ എന്ത് ചെയ്യുന്നു, 100 രൂപ വിലയുള്ള ട്രഷറി ബില്ല് നിങ്ങളങ്ങ് മേടിച്ചു. 100 രൂപ വിലയുള്ള ട്രഷറി ബില്ല്, മുഖവില 100 രൂപ. ആക്ച്വലി നിങ്ങളതിന് കൊടുക്കുന്ന ചിലപ്പോൾ 80 രൂപയായിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? കാരണം ഡിസ്കൗണ്ട് റേറ്റിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. മുഖവില എത്രയാണോ ആ മുഖവിലയേക്കാൾ ഒരു ഡിസ്കൗണ്ട് റേറ്റിലായിരിക്കും നിങ്ങൾക്ക് ബില്ല് കിട്ടുന്നത്. ക്ലിയർ ആണേ? അപ്പോൾ നിങ്ങൾക്ക് 80 രൂപയെ നിങ്ങൾ മുടക്കിയിട്ടുള്ളൂ, പക്ഷേ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന 100 രൂപ മുഖവിലയുള്ള ബില്ലാണ്. അപ്പോൾ നിങ്ങൾ ഒരു വർഷത്തെ കാലാവധി കഴിഞ്ഞിട്ട് സർക്കാരിലേക്ക് തിരിച്ചു കൊടുക്കുന്നു. തിരിച്ചു കൊടുത്തപ്പോൾ നിങ്ങൾക്ക് എത്ര രൂപ കിട്ടും? ഈ മുഖവില തന്നെ നിങ്ങൾക്ക് കിട്ടും. 100 രൂപ തന്നെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ കൊടുത്ത എത്ര? 80. തിരിച്ച് കിട്ടിയതോ 100 രൂപ. അപ്പം 20 രൂപ പ്രോഫിറ്റ്. അതാണ് സീറോ കൂപ്പൺ ബോണ്ട് എന്ന് പറയുന്നത്. പലിശയില്ല. പകരം എന്ത് ചെയ്യുന്നു, ആ വ്യത്യാസം, ആ റിട്ടേൺ, ആ 20 രൂപയാണ് ഇവിടുത്തെ റിട്ടേൺ എന്ന് പറയുന്നത്. ക്ലിയർ ആണേ? അതുപോലെ ഉയർന്ന ദ്രവത്വം, ഇതെന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് പണമാക്കി മാറ്റാൻ പറ്റും. ഓക്കെ, അതുപോലെ സുരക്ഷ, വിർച്വലി റിസ്ക് ഫ്രീ, കേന്ദ്ര സർക്കാരിൻ്റെ ഉറപ്പുള്ളത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് വിശ്വസിക്കാം, ധൈര്യമായിട്ട് മേടിച്ചോ, ഒരു കുഴപ്പമില്ല. അതുപോലെ നിശ്ചിതമായ വരുമാനം, ഫിക്സഡ് റിട്ടേൺ, ഡിസ്കൗണ്ട് റേറ്റിൽ നിശ്ചയിക്കപ്പെടുന്നു. ഇവിടെ നോക്കിയേ, നിങ്ങൾ നിശ്ചിതമായ റേറ്റാണ് അത്. അപ്പം നിങ്ങൾ 100 രൂപ മുഖവിലയുള്ള ബില്ല് 80 രൂപയ്ക്ക് മേടിക്കുന്ന 20 രൂപ എന്നുള്ള നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്ന റിട്ടേൺ ആണ്. അതിനകത്ത് മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസോ അല്ലെന്നുണ്ടെങ്കിൽ പലിശ നിരക്കിനകത്ത് വ്യത്യാസം ഉണ്ടാകുന്നു ഒന്നും നിങ്ങൾ പേടിക്കണ്ട. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളിപ്പോൾ അന്നേരം ഇപ്പോൾ നിങ്ങൾ 2025 2025 ഒക്ടോബറിൽ നിങ്ങളൊരു ബില്ല് വാങ്ങുകയാണ്. വാങ്ങുമ്പോൾ 100 രൂപ വില ബില്ലാണ്, നിങ്ങളത് 80 രൂപ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, തിരിച്ച് കിട്ടുമ്പോൾ 20 രൂപ ലാഭമുണ്ട്, നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതേസമയം പലിശ നിരക്കാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ അനുസരിച്ച് പലിശ നിരക്കിനകത്ത് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പലിശ നിങ്ങൾക്ക് കിട്ടിയെന്ന് വരത്തില്ല, ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ കിട്ടിയെന്ന് വരിക്കാം. അവിടെ മാർക്കറ്റിൻ്റെ ഒരു റിസ്ക് ഫാക്ടർ ഉണ്ട്. ഇവിടെ ആ റിസ്ക് ഫാക്ടർ ഇല്ല, ഫിക്സഡ് റിട്ടേൺ ആണ്. ക്ലിയർ? അടുത്ത ഒരു മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റാണ് വാണിജ്യപത്രം അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്ന് പറയുന്ന ഒരു ഹ്രസ്വകാല വാഗ്ദാന പത്രമാണ്, ഷോർട്ട് ടേമാണ്. മണി മാർക്കറ്റ് ആണല്ലോ, അപ്പോൾ ഷോർട്ട് ടേമാണ്. ഇത് ഈടില്ലാത്തതും നിശ്ചിത കാലാവധി ഉള്ളതുമായ അധികാരപ്പെടുത്തി നൽകുമ്പോൾ കൈമാറ്റം ചെയ്യാവുന്ന ധനകാര്യ പ്രമാണമാണ്. നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ അൺസെക്യൂർഡ് ആണ്, ഇതിന് ഈടൊന്നും ഇല്ല. ഇത് ക്രയവിക്രയം ചെയ്യുമ്പോൾ ഈട് ഉപയോഗിക്കുന്നില്ല. ക്ലിയർ? നമുക്കിനി മനസ്സിലാക്കേണ്ടത് കൊമേഴ്ഷ്യൽ പേപ്പർ ആരാണ് പുറത്തിറക്കുന്നത്? ബില്ല് കേന്ദ്ര ഗവൺമെൻറ്റാണ്. അപ്പം നമ്മുടെ വാണിജ്യപത്രം അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പേപ്പർ ആരാണ് പുറത്തിറക്കുന്നത്? അത് വൻകിട ധനപരമായി വിശ്വാസ്യതയുള്ള സ്വകാര്യ കമ്പനികൾ, അത് ഹൈലി റേറ്റഡ് കോർപ്പറേറ്റ്സ്, അതുപോലെ തന്നെ NBFCസും നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനീസും ഇത് പുറത്തിറക്കാറുണ്ട്. വലിയ കമ്പനീസ്, അതായത് ഹൈലി പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഹൈ റേറ്റഡ് ആയിട്ടുള്ള കമ്പനീസാണ് എന്ത് പുറത്തിറക്കുന്നത്? വാണിജ്യപത്രം പുറത്തിറക്കുന്നത്. ക്ലിയർ? ഇനി എന്താണ് ഇതിൻ്റെ ആവശ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കമ്പനി, ഇപ്പോൾ ഉദാഹരണത്തിന് ആപ്പിൾ എന്ന് പറയുന്നൊരു കമ്പനി, ഓക്കെ, ആപ്പിൾ എന്ന് പറയുന്ന കമ്പനി ഒരു കൊമേഴ്ഷ്യൽ പേപ്പർ പുറത്തിറക്കി. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, എന്തിനാണ് ആപ്പിൾ ഇപ്പോൾ കൊമേഴ്ഷ്യൽ പേപ്പർ പുറത്തിറക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ ഹ്രസ്വകാല ആവശ്യങ്ങൾ നിറവേറ്റണം. അവർക്ക് ഷോർട്ട് ടേമിൽ പൈസയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് നിറവേറ്റണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെന്തൊക്കെയാണ്? വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യങ്ങൾ, ഇൻവെൻട്രി ഫണ്ടിങ്, ഹ്രസ്വകാല ബാധ്യതകൾ തീർക്കൽ, അതായത് വർക്കിംഗ് ക്യാപിറ്റൽ. അതുപോലെ തന്നെ ഇൻവെൻട്രി ഫണ്ടിങ്, ഇപ്പോൾ അവർക്ക് ഇൻവെൻട്രി വേണമെന്നുണ്ടെങ്കിൽ അതിന് പൈസ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ അവർക്ക് എന്താ പറയുക, റോ മെറ്റീരിയൽസ് പർച്ചേസ്, അപ്പോൾ അതിനെന്ത് വേണം? അവർക്ക് പൈസ ആവശ്യമാണ്. അതുപോലെ വർക്കിംഗ് ക്യാപിറ്റൽ ഫോർമേഷൻ മീൻസ് അവർക്ക് ഡേ ടു ഡേ ഓപ്പറേഷൻസ് നടത്തിക്കൊണ്ട് പോകാൻ പൈസ വേണ്ടി വരും. അപ്പം ഡേ ടു ഡേ ഓപ്പറേഷൻസ് ആകുമ്പോൾ ഡെയിലി വേജസ് കൊടുക്കുന്ന കേസ് വരുമ്പോൾ അവർക്ക് പൈസ വേണ്ടി വരും. അപ്പം അത്തരത്തിലുള്ള ധനം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ
വലിയ വലിയ കോർപ്പറേറ്റുകൾ കൊമേഴ്ഷ്യൽ പേപ്പർ പുറത്തിറക്കുന്നത്. ഇതിൻ്റെ കാലാവധി ചോദിച്ചു കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ പേപ്പർ 15 ദിവസമായിട്ട് മിനിമം ഒരു അല്ല 1 ഇയർ വരെയൊക്കെയാണ് ഇതിൻ്റെ ഒരു കാലാവധി. 91, 182, 364 ഇങ്ങനെ ഈ ഇത്രയും മെച്യൂരിറ്റി പീരീഡിലുള്ളതാണ് എന്തെന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബാങ്ക് ഗ്യാരണ്ടിയോ ആസ്തി പണമോ ഇല്ലാതെ കമ്പനി തന്നെ ഉറപ്പ് നൽകുന്നു. ഓക്കെ, ഇവിടെ സെക്യൂരിറ്റി ഒന്നും വേണ്ട, കമ്പനിയുടെ ഉറപ്പിന്മേലായിരിക്കും നിങ്ങൾക്ക് ഇത് കിട്ടുന്നത്. ക്ലിയർ? ഇനി മോഡ് ഓഫ് ഇഷ്യൂ നോക്കാം. ഇത് ആരാണ് പുറത്തിറക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് നിങ്ങൾക്ക് കിട്ടുന്നത് നോക്കാം. ഇത് ഡിസ്കൗണ്ടഡ് പ്രൈസിൽ പുറപ്പെടുവിക്കുന്നു. മുഖവിലിൽ നിന്ന് കുറച്ച് വിറ്റ് കാലാവധി കഴിഞ്ഞ് മുഖവില നൽകുന്നു. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഇതിനൊരു ഫേസ് വാല്യൂ ഉണ്ടായിരിക്കും. ആ ഫേസ് വാല്യൂ നിന്ന് കുറച്ചിട്ട് ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ നിങ്ങൾക്ക് സാധനം കിട്ടും. തിരിച്ചു കൊടുക്കുമ്പോൾ ഈ 100 രൂപ തിരിച്ചു കിട്ടും. ക്ലിയർ? അപ്പോൾ ഇതിനകത്തിലെ മോഡ് ഓഫ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ടഡ് റേറ്റിലാണ് കൊടുക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വ്യാപാര യോഗ്യത എന്ന് വെച്ചാൽ ഇവയെ സെക്കൻഡറി മാർക്കറ്റിൽ വിൽക്കാനും വാങ്ങാനും പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഫോൺ വഴി നിങ്ങൾ വിളിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ഒരു കൊമേഴ്ഷ്യൽ പേപ്പർ നിങ്ങൾ വാങ്ങി, ആപ്പിളിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിഗ് കമ്പനിയുടെ ഒരു കൊമേഴ്ഷ്യൽ പേപ്പർ നിങ്ങൾ വാങ്ങി, നിങ്ങളുടെ കയ്യിലുണ്ട്, 100 രൂപയ്ക്കാണ് നിങ്ങൾ മേടിച്ചത്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റ് ഷെയർ മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കാൻ പറ്റും. അതായത് മറ്റൊരു സെക്കൻഡറി മാർക്കറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഓഹരി വിപണി എന്ന് പറയും. സെക്കൻഡറി മാർക്കറ്റ് നമുക്ക് പഠിക്കാനുണ്ടത്. അപ്പോൾ അവിടെ കൊണ്ടുപോയി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ 100 രൂപയ്ക്ക് മേടിച്ച നിങ്ങളുടെ ഈ കൊമേഴ്ഷ്യൽ പേപ്പർ അവിടെ വിറ്റ് നിങ്ങൾക്ക് ക്യാഷ് ആക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അവിടെ സെക്കൻഡറി മാർക്കറ്റിലും അതിനെ വിൽക്കാം. മനസ്സിലാവുന്നുണ്ടോ? നിയന്ത്രണം ഇതൊക്കെ ആരാണ് നിയന്ത്രിക്കുന്നത്? RBIയുടെ കൺട്രോളിലാണ് ഇതെല്ലാം. ക്ലിയർ? അപ്പം നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? T-ബില്ല് പഠിച്ചു, കൊമേഴ്ഷ്യൽ പേപ്പർ പഠിച്ചു. ക്ലിയർ? അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ള മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റാണ് കോൾ മണി എന്ന് പറയുന്നത്. എന്താണെന്ന് നോക്കാം. ഇത് ബാങ്കുകൾ തമ്മിലുള്ളതാണ്. ഒരു ബാങ്ക് ഇഷ്യൂ ചെയ്യുന്നു, അത് വാങ്ങുന്നത് മറ്റൊരു ബാങ്കായിരിക്കും. ബാങ്കുകൾ തമ്മിലായിരിക്കും ഉള്ള ഒരു ഹ്രസ്വകാല വായ്പാ സംവിധാനമാണ് കോൾ മണി എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ ഒരു കാലാവധി എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഒരു 1 ഡേ വരത്തുള്ളൂ, അല്ലേ? 1 ഡേ to 14 ഡേയ്സ് നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് ഒരു ദിവസത്തിനുള്ളിൽ തന്നെ തിരികെ കൊടുക്കണം. അതായത് ഒരു ബാങ്ക് ഇപ്പോൾ ഒരു കോൾ മണി ഇഷ്യൂ ചെയ്തു, അത് മറ്റൊരു ബാങ്ക് വാങ്ങി എന്ന് കരുതുക. വാങ്ങിക്കഴിഞ്ഞാൽ ഈ ബാങ്ക് വിളിക്കുമ്പോൾ തന്നെ, ഇപ്പോൾ ഒന്നാമത്തെ A എന്ന് പറയുന്ന ബാങ്കാണ് ഇഷ്യൂ ചെയ്തത്, B എന്ന് പറയുന്ന ബാങ്കാണ് അത് വാങ്ങി ക്യാഷ് ഇങ്ങോട്ട് കൊടുത്തത്. ഓക്കെ, അപ്പം A എന്ന് പറയുന്ന ബാങ്കിനാണ് ക്യാഷ് കിട്ടിയത്. ആ ക്യാഷ് കിട്ടിയ ബാങ്ക് ഈ B ബാങ്ക്, ക്യാഷ് കൊടുത്ത ബാങ്ക് എപ്പോൾ ക്യാഷ് ഒരു ഓൺ കോളിൽ ചോദിച്ചു കഴിഞ്ഞാലും തിരികെ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ടാണ് ഈ കോൾ എന്നുള്ള ഒരു പേര് വന്നേക്കുന്നത്. അതാണ് കോൾ മണി എന്ന് പറയുന്നത്. ഇപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ ബാങ്കുകൾക്കൊക്കെ ഡെയിലി ഒരു റിസർവ് സിസ്റ്റം ആവശ്യമാണ്. അപ്പോൾ ഒരു ഇത്ര രൂപ ക്യാഷ് വേണം എന്ന് കരുതുക. അങ്ങനെ ഒരു സംവിധാനമുണ്ട്. എല്ലാ ബാങ്കുകൾക്കും അവർക്കൊരു മിനിമം ഒരു റിസർവ് എമൗണ്ട് ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ A എന്ന് പറയുന്നത്, ഇപ്പോൾ HDFC എന്ന് പറയുന്നൊരു ബാങ്ക് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഒരു സൈഡിൽ ഫെഡറൽ ബാങ്ക് നോക്കാം. ഓക്കെ, ഇപ്പം ഈ റിസർവ് സിസ്റ്റം കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് HDFC ബാങ്കിന് ചിലപ്പോൾ ഒരു 5 കോടിയുടെ അല്ലെങ്കിൽ 5 കോടി രൂപയുടെ കുറവുണ്ടെന്ന് കരുതുക. അപ്പോൾ പെർ ഡേ ആ റിസർവ് കീപ്പ് ചെയ്യുന്നതിന് 5 കോടി രൂപയുടെ കുറവുണ്ടെന്ന് കരുതുക. അതേസമയം ഫെഡറൽ ബാങ്കിന് അവരുടെ റിസർവ് സിസ്റ്റം കഴിഞ്ഞ് 5 കോടി രൂപ എക്സ്ട്രാ ഉണ്ടെന്ന് കരുതുക. 5 കോടി രൂപ കൂടുതലാണെന്നും കരുതുക. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഈ HDFC ബാങ്ക് 5 കോടി രൂപ കുറവുണ്ടല്ലോ അവർക്ക് ഇവരിൽ നിന്ന് ഓൺ കോളായിട്ട് കോൾ മണി അക്സെപ്റ്റ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യും. ഇതാണ് കോൾ മണിയുടെ ഒരു സംവിധാനം എന്ന് പറയുന്നത്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാങ്കുകൾ തങ്ങളുടെ പണക്കരുതൽ ധനാനുപാതം, അതായത് CRR, നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് CRR എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ച്. അതായത് മോണിറ്ററി പോളിസി ടൂൾസാണ് CRR എന്ന് പറയുന്നത്, ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയും. അപ്പോൾ ക്യാഷ് റിസർവ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കൂടുതലും കോൾ മണി എടുക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ഇപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇപ്പം റിസർവ് ബാങ്കിൽ ഒരു ബാങ്ക് ക്യാഷ് റിസർവ് ബാങ്കിൽ സൂക്ഷിക്കുന്നതിനാണ് നമ്മൾ CRR എന്ന് പറയുന്നത്. ഒരു കൃത്യം പേഴ്സൻറ്റേജ്, ആ പേഴ്സൻറ്റേജ് പൈസ മസ്റ്റായിട്ടും റിസർവ് ബാങ്കിൽ സൂക്ഷിച്ചേ പറ്റൂ. അപ്പം ആ CRRനെ സൂക്ഷിക്കാനുള്ള എമൗണ്ട് ഒരു ബാങ്കിൻ്റെ പക്കലില്ല എന്നുണ്ടെങ്കിൽ അത് ബാങ്ക് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്തുപയോഗിക്കുന്നത്? കോൾ മണി എന്ന് പറയുന്നൊരു ഇൻസ്ട്രുമെൻറ്റ് ത്രൂ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ ദൈനംദിന ദ്രവ്യത്തെ ആവശ്യങ്ങൾ, അതായത് ഷോർട്ട് ടേം ലിക്വിഡിറ്റി നീഡ്സ്, അതായത് ഞാൻ കുറച്ച് പറഞ്ഞ പോലെ ഓരോ ദിവസത്തോടുള്ള ക്യാഷ് മാനേജ്മെൻറ്റിന് പൈസ ഇല്ലെങ്കിൽ തന്നെയും എന്ത് ചെയ്യാൻ പറ്റും? ഈ കോൾ മണി സംവിധാനം യൂസ് ചെയ്യാൻ പറ്റും. മറ്റു ബാങ്കുകളിൽ നിന്ന് പണം കടം വാങ്ങുന്നു.
അപ്പം ഈ ഒരു കോൾ മണി സംവിധാനത്തെക്കുറിച്ച് നമ്മൾ മെയിനായിട്ട് 2-3 പോയിന്റ്സ് മാത്രം നോക്കിയാൽ മതി. ഒന്നെന്ന് പറയുന്നത് ഇത് ആരൊക്കെ തമ്മിലാണ്, ബാങ്കും മാത്രമാണ് ഇതിനകത്തിലെ ആളുകൾ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CRR മെയിൻറ്റെയിൻ ചെയ്യാൻ പണം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഈ കോൾ മണി സംവിധാനം ഉപയോഗിക്കുന്നത്. ഒരു ദിവസം മാക്സിമം 14 days എന്ന് പറഞ്ഞാൽ ശരി, ഒരു ദിവസത്തിനുള്ളിലൊക്കെ തന്നെ ഈ കോൾ മണിയുടെ റിട്ടേൺ ഉണ്ടാവും, തിരിച്ച് വാങ്ങുന്നവർ തിരിച്ച് കൊടുക്കാറുണ്ട്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? അടുത്ത് നോക്കാം. ഇനി അതിൻ്റെ പലിശ നിരക്കിനെ കുറിച്ച് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ കോൾ മണിക്ക് നമ്മൾ തിരികെ കൊടുക്കുന്ന പലിശ നിരക്കിന് പറയുന്ന പേരാ കോൾ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇപ്പോൾ ഒരു ബാങ്ക് വാങ്ങുന്ന കോൾ മണി ഉണ്ടല്ലോ, അത് റിട്ടേൺ ചെയ്യുന്ന സമയത്ത് അതിന് തിരിച്ചു കൊടുക്കുന്ന പലിശ നിരക്കിന് പറയുന്ന പേരാണ് കോൾ റേറ്റ്. ഓക്കെ, അപ്പോൾ ഈ നമ്മൾ ഒരു ദിവസം വാങ്ങിയിട്ട് ചിലപ്പോൾ അന്ന് തന്നെ തിരിച്ചു കൊടുക്കും, അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് പിറ്റേ ദിവസം തന്നെ തിരിച്ചു കൊടുക്കും. അപ്പോൾ ഈ ഒരു ദിവസത്തെ കാര്യമുള്ളൂ. അപ്പോൾ ഈ ഒരു ദിവസം കൊണ്ട് തന്നെ പലിശ നിരക്കിനകത്ത് വ്യത്യാസങ്ങൾ വരാം. ക്ലിയർ ആണല്ലോ? അതുപോലെ തന്നെ ബാങ്ക് സിസ്റ്റത്തിലെ ദ്രവത്വ നില, ലിക്വിഡിറ്റി പൊസിഷൻ അനുസരിച്ചാണ് എന്താ പറയുന്നത് ഈ പലിശ നിരക്കിനകത്ത് വ്യത്യാസം വരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പലിശ നിരക്കിനകത്തിലെ വ്യത്യാസം എങ്ങനെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ കോൾ മണിയുടെ, അതായത് ഈ ബാങ്ക് ചോദിക്കുന്ന കോൾ മണിയുടെ എമൗണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫ്ലോ കൂടുതലാണെന്നുണ്ടെങ്കിൽ, ഡിമാൻഡ് കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, പലിശ നിരക്ക് കൂടും. അതേസമയം നമ്മൾ ആവശ്യപ്പെടുന്ന, അതായത് കോൾ മണിയുടെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് കുറവാണെന്നുണ്ടെങ്കിൽ, ആ ലിക്വിഡിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, കോൾ റേറ്റ് കുറയും. അപ്പോൾ കോൾ റേറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൾ മണിക്ക് കൊടുക്കുന്ന പലിശ നിരക്കെന്ന് പറയുന്ന പേരാണ് കോൾ റേറ്റ്. ക്ലിയർ? ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് നോക്കാം. ഹ്രസ്വകാല ധനസോഴ്സാണ്, അതായത് ഷോർട്ട് ടേം ആണ്, ബാങ്കുകൾ തമ്മിൽ മാത്രമാണ് എന്ന് പറയുന്ന കോൾ മണിയുടെ ഇടപാടുകൾ നടക്കുന്നത്. ഇതിന് ഈട് ആവശ്യമില്ല. ഉയർന്ന ദ്രവത്വം മീൻസ് ആവശ്യപ്പെട്ടാൽ ഉടനെ തിരിച്ചടയ്ക്കേണ്ട കാര്യമുണ്ട്. പലിശ നിരക്ക് എന്ന് പറയുന്നതാണ് കോൾ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പലിശ നിരക്ക് ഇങ്ങനെ മാർക്കറ്റ് സിസ്റ്റം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഫിക്സഡ് ആയിട്ടൊരു പലിശ നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ നിയന്ത്രണം ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ RBI ആണ് ഈ കോൾ മണിയെ നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ ഈ കോൾ മണി മാർക്കറ്റിനെ, ഈ ഒരു ഇൻസ്ട്രുമെൻറ്റിനെ മാനേജ് ചെയ്യുന്ന ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. പിന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇതിനെ പണവിപണിയുടെ പ്രധാന ഘടകമായി കണക്കാക്കുന്നു. ക്ലിയർ? ഇനി മറ്റൊന്നാണ് നിക്ഷേപ സർട്ടിഫിക്കറ്റ്, അത് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയും. അപ്പം ഇതും ഒരു മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. നോക്കാം എന്താണ് നിക്ഷേപ സർട്ടിഫിക്കറ്റ്. ഒരു ഹ്രസ്വകാലമാണ്, അതായത് മണി മാർക്കറ്റ് എന്ന് കേൾക്കുമ്പോൾ അത് എപ്പോഴും എന്താണ്, ഷോർട്ട് ടേം ആണ്. അതായത് നമുക്ക് ഷോർട്ട് ടേം ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള പൈസ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്തുപയോഗിക്കുന്നത്, മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിക്കുന്നത്. ഇത് കൈവശാവകാശ രൂപത്തിലുള്ളതും ബെയറർ ഇൻസ്ട്രുമെൻ്റ് കൈമാറ്റം ചെയ്യാവുന്നതുമാണ്. ഓക്കെ, ഇതൊരു ഇതൊരു ഓണർഷിപ്പാണ്. കൂടാതെ നമുക്കിത് ട്രേഡ് ചെയ്യാൻ പറ്റും, കൈമാറ്റം ചെയ്യാൻ പറ്റും. ഈടില്ല ഇതിന്. ഇത് വാങ്ങുന്നതിന് അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യുന്നതിന് സെക്യൂരിറ്റിയുടെ ആവശ്യമില്ല. ഇനി ആരാണ് ഇഷ്യൂ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ബാങ്കുകൾ, അതുപോലെ തന്നെ വികസന ധനകാര്യ സ്ഥാപനങ്ങൾ, ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇവരൊക്കെ നിക്ഷേപകരിൽ നിന്ന് ഹ്രസ്വകാല ധനം സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് പുറപ്പെടുവിക്കുന്നത്, നിക്ഷേപ സർട്ടിഫിക്കറ്റ്. ഓക്കെ, അപ്പം ബാങ്ക് ഉണ്ട്, അതുപോലെ തന്നെ വികസന ധനകാര്യ സ്ഥാപനങ്ങൾ, ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇവരൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഈ നിക്ഷേപ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. നമുക്ക് നോക്കാം. പറഞ്ഞല്ലോ ഇഷ്യൂ ചെയ്യുന്ന ആരൊക്കെയാണ്, ബാങ്കുകളുണ്ട്, അതുപോലെ വികസന ധനകാര്യ DFI, അതായത് IDBI, IFCA തുടങ്ങിയ വികസന ധനകാര്യ സ്ഥാപനങ്ങളൊക്കെയാണ് ഈ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. ഇനി ആർക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം, അതായത് ഇപ്പം ഉദാഹരണത്തിന് ഞാൻ പറയണം IDBI ആണ് എന്ത് ഇഷ്യൂ ചെയ്യുന്നത്, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. ഇത് ആർക്കൊക്കെ വാങ്ങാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇൻഡിവിജ്വൽസിന് വാങ്ങാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് കമ്പനികൾ, കോർപ്പറേറ്റ് കമ്പനികൾ വാങ്ങാറുണ്ട്, ട്രസ്റ്റുകൾ, മറ്റ് മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഇത് വാങ്ങാൻ പറ്റും. കാലാവധി എന്ന് പറയുന്നത് സാധാരണയായി 91 ദിവസം മുതൽ 364, അതായത് മാക്സിമം 1 year വരെ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ കാലാവധി. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ, മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ എല്ലാം കാലാവധി ഒരു 1 year വരെ മാത്രമേ ഉള്ളൂ എന്ന് ഓർത്ത് വെച്ചോണം എപ്പോഴും. ക്ലിയർ? പിന്നെ അതുപോലെ തന്നെ 3 മാസത്തിനുള്ളിൽ മുതൽ 1 വർഷത്തിനുള്ളിൽ വരെ നമുക്കത് തിരിച്ചെടുക്കാം.
സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന ആർക്കോ അവർക്ക് തിരിച്ചെടുക്കാൻ നമുക്ക് 1 ഇയറിനുള്ളിൽ തിരിച്ചെടുക്കാം. കാര്യം അതിൻ്റെ കാലാവധി അത്രയേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ? അടുത്ത ബുക്ക് നോക്കാം. അടുത്താണ് വാണിജ്യ ബില്ല് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബില്ല് എന്ന് പറയും. ഓക്കെ, വാണിജ്യ ബില്ല് ഇതും ഒരു മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ഷോർട്ട് ടേമിലേക്കുള്ള ഫണ്ടിന് വേണ്ടിയിട്ടാണ് ഇത് പുറത്തിറക്കുന്നത്. ഓക്കെ, ഇതൊരു ഹ്രസ്വകാല കൈമാറ്റ പ്രമാണമാണ്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ്. ആരൊക്കെയാണ് ഇത് പുറത്തിറക്കുന്നത്? ബിസിനസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ പ്രവർത്തന മൂലധനങ്ങൾക്കായിട്ട്, അതായത് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സിന് വേണ്ടിയിട്ടാണ് വാണിജ്യ ബില്ല് പുറത്തിറക്കുന്നത്. ഓക്കെ, വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ് നമ്മൾ നടത്തിക്കൊണ്ട് പോകുക, ഒരു കമ്പനി നമ്മൾ നടത്തിക്കൊണ്ട് പോകുമ്പോൾ ഈ കമ്പനിയുടെ ഡെയിലി ഓപ്പറേഷൻസ് നടത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പൈസ ആവശ്യമാണ്. അപ്പോൾ ഈ പൈസയാണ് നമ്മൾ, അല്ലെങ്കിൽ ഈ എന്താ പറയുന്നത് ഈ ഒരു ആക്ടിവിറ്റീസ് നടത്തിക്കൊണ്ടു പോകാനുള്ള പൈസയ്ക്ക് പറയുന്ന പേരാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മൾ എന്തെങ്കിലും ഒരു ഹോട്ടൽ നടത്തുകയെന്ന് വിചാരിച്ചു. ഹോട്ടൽ ബിസിനസ് നടത്തുമ്പോൾ നമുക്ക് ഡെയിലി ആവശ്യം വരുന്ന സാധനങ്ങളാണ് വെജിറ്റബിൾസ്, അതുപോലെ അവിടത്തേക്ക് ഉപയോഗിക്കുന്ന മറ്റ് ഫുഡ് ഐറ്റംസ്, ഫുഡ് റോ മെറ്റീരിയൽസ് ആവശ്യമാണ്. ഇതെല്ലാം നമുക്ക് ദിനംപ്രതി ആവശ്യമാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് പൈസ, ഈ വർക്കിംഗ് ക്യാപിറ്റലിന് എന്ത് വേണം? നമുക്ക് പൈസ വേണം. അപ്പോൾ ആ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്, ആ വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടെത്താനുള്ള പൈസ, അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? വാണിജ്യ ബില്ല് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബില്ല് പുറത്തിറക്കുന്നത്. ഓക്കെ, അതായത് ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ സാധനങ്ങൾ വിൽക്കുന്നതിനായി കടമായി ലഭിക്കുന്ന പണം സാധ്യമാക്കുക, അതുപോലെ ഹ്രസ്വകാല ധനസോഴ്സ് ഒരുക്കുക, അല്ലെങ്കിൽ നിർബന്ധിത വായ്പ വേണ്ടാതിരിക്കുക, പണം തിരികെ ലഭിക്കുന്ന ഉറപ്പുള്ള നിശ്ചിതകാല പണവാഗ്ദാനം നൽകുക. ഇതൊക്കെയാണ് എന്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്ന വാണിജ്യ ബില്ലിൻ്റെ ഉദ്ദേശം. അപ്പം എന്താണ്? സാധനങ്ങൾ വിൽക്കുന്നതിന് കടമായി ലഭിക്കുന്ന പണം സാധ്യമാക്കുക, ഹ്രസ്വകാല ധനസോഴ്സ്. ഇതെല്ലാം നമ്മൾ പറഞ്ഞ പോയിന്റുകളാണ്. അതായത് വാണിജ്യ ബില്ല് എന്തിനാണ്? ഹ്രസ്വകാല ധനസോഴ്സ്, അതായത് ഒരു ഷോർട്ട് ടേമിലേക്കുള്ള പണം സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഈ വാണിജ്യ ബില്ല് ഉപയോഗിക്കുന്നത്. ക്ലിയർ? അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു റീക്യാപ്പ്, ഞാൻ ഈ ഒരു ഭാഗത്തു നിന്ന് മാത്രം ഞാൻ റീക്യാപ്പ് പറയാം. അപ്പോൾ നമ്മൾ പഠിച്ചത് ഫിനാൻഷ്യൽ മാർക്കറ്റാണ്. ഫിനാൻഷ്യൽ മാർക്കറ്റിനെ നമ്മൾ 2 തരത്തിൽ തരംതിരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? മണി മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ്. ഓക്കെ, ഈ മണി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? മണി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഷോർട്ട് ടേം ആവശ്യത്തിന് വേണ്ടിയിട്ട്, അത് ചെറിയൊരു കാലയളവിലേക്ക്, മാക്സിമം ഒരു 1 ഇയറിലേക്കുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പണം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് പുറത്തിറക്കപ്പെടുന്ന അല്ലെങ്കിൽ ട്രേഡ് ചെയ്യപ്പെടുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്. അത്തരത്തിൽ ഇൻസ്ട്രുമെൻറ്റ് ട്രേഡ് ചെയ്യപ്പെടുന്ന സ്ഥലമാണ് മണി മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തതാണ് ട്രഷറി ബില്ല്. നമ്മൾ പറഞ്ഞു അതിനകത്തിലെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്, ട്രഷറി ബില്ല് പുറത്തിറക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. ഓക്കെ, അടുത്താണ് രണ്ടാമത്താണ് വാണിജ്യപത്രം അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുന്നത്. ഓക്കെ, മൂന്നാമത്തെന്ന് പറയുന്ന ആരാണ്? മൂന്നാമത്താണ് കോൾ മണി എന്ന് പറയുന്ന സംവിധാനം. അത് ബാങ്ക് ടു ബാങ്ക് ആണ്. ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ് ബാങ്ക് ടു ബാങ്ക്. അടുത്താണ് നിക്ഷേപ സർട്ടിഫിക്കറ്റ്. ബാങ്കുകൾ അതുപോലെ ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പുറത്തിറക്കുന്നതാണ് നിക്ഷേപ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അടുത്താണ് വാണിജ്യ ബില്ല്, കൊമേഴ്ഷ്യൽ ബില്ല് എന്ന് പറയുന്നത് അഞ്ചാമതാണ്. ഓക്കെ, അപ്പം ഈ 5 എണ്ണമാണ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഈ 5 കാര്യങ്ങളും ഇതിനകത്ത് ഈ പറയുന്ന 5 എടുത്തു കഴിഞ്ഞാൽ ഈ 5 എണ്ണവും ട്രേഡ് ചെയ്യപ്പെടുന്ന മാർക്കറ്റാണ് മണി മാർക്കറ്റ്. ക്ലിയർ ആണല്ലോ? സിമ്പിൾ അല്ലേ? ഓക്കെ, നമ്മൾ ഫിനാൻഷ്യൽ മാർക്കറ്റിനെ 2ആയിട്ട് തിരിച്ചു നമ്മൾ പറഞ്ഞല്ലോ. എന്തൊക്കെയാണ്? മണി മാർക്കറ്റ്, അതുപോലെ തന്നെ മറ്റൊന്നാണ് ക്യാപിറ്റൽ മാർക്കറ്റ് അല്ലെങ്കിൽ പണവിപണി, അല്ലെങ്കിൽ മറ്റൊന്ന് മൂലധന വിപണി. അപ്പം നമ്മളിനി പഠിക്കാൻ പോകുന്നതാണ് മൂലധന വിപണി എന്താണെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ മണി മാർക്കറ്റ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞ ഇതൊരു ഹ്രസ്വകാല ധന സോഴ്സാണ് അല്ലേ. നമുക്ക് ഹ്രസ്വകാലത്തേക്ക് വേണ്ടിയിട്ട്, ഒരു ഷോർട്ട് ടേമിലേക്ക്, ഒരു 1 ഇയറിലേക്ക് പണത്തിൻ്റെ ആവശ്യം വരുമ്പോൾ
ഇൻസ്റ്റിറ്റ്യൂഷൻസ് പുറത്തിറക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്, അല്ലെങ്കിൽ അതിൻ്റെ ട്രേഡ് നടക്കുന്ന സ്ഥലമാണ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പം നേരെ തിരിച്ച് നോക്കിക്കേ, അവിടെ ഷോർട്ട് ടേം ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഏതായിരിക്കും? ലോങ് ടേം ആയിരിക്കും. ഓക്കെ, ഒരു ദീർഘകാലത്തേക്കുള്ള പൈസ സംഘടിപ്പിക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രുമെൻസിന് ട്രേഡ് നടക്കുന്നതാണ് മൂലധന വിപണി. നിങ്ങളൊന്ന് ആലോചിക്കുക, എന്തിനാണ് ലോങ് ടേം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് അല്ലേ? ലോങ് ടേം എന്ന് പറയുമ്പം ആ തുക കൂടും അല്ലേ? തുക കൂടും, അതുപോലെ തന്നെ ഇതിൻ്റെ കാലാവധി കൂടുന്നുണ്ട്. അപ്പം പർപ്പസ് എന്തായിരിക്കാം? നമ്മൾ ലോങ് ടേമിലേക്ക്, ഇപ്പോൾ ലോങ് ടേം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് എപ്പോഴും അസറ്റിന് വേണ്ടിയിട്ടായിരിക്കും അല്ലേ? അല്ലെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? നമുക്കൊരു മൂലധന സമാഹരണം കൂടിയാണ് എന്നെന്ന് പറയുന്നത് ഈ പറയുന്നത്, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോങ് ടേമിലേക്ക് പൈസ വാങ്ങാറുള്ളത് ഇല്ലേ? അങ്ങനെയല്ലേ നമ്മൾ ലോങ് ടേമിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടല്ലേ? അതായത് ഒരു ദീർഘകാലത്തേക്ക് ഒരു ക്യാപിറ്റൽ വേണം. ഓക്കെ, അത്തരത്തിൽ ക്യാപിറ്റൽ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ഇൻസ്ട്രുമെൻറ്റുകൾ ട്രേഡ് ചെയ്യപ്പെടുന്ന സ്ഥലമാണ് മൂലധന വിപണി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? മറ്റേത് ഷോർട്ട് ടൈമിലേക്ക്, ഇത് ലോങ് ടൈമിലേക്ക്. അപ്പം ഉടമസ്ഥതാ മൂലധനം, അതായത് ക്യാപിറ്റൽ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതും, അതുപോലെ വായ്പാ മൂലധനം വലിയൊരു ലോങ് ടൈമിലേക്കുള്ള പൈസ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിക്ഷേപത്തിന്, അങ്ങനെ ദീർഘകാല ധനസമാഹരണത്തിനും നിക്ഷേപത്തിനും സഹായിക്കുന്ന സൗകര്യങ്ങളും സ്ഥാപന സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്നതാണ് മൂലധന വിപണി. അപ്പോൾ നമ്മൾ മൂലധന വിപണി എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ നടക്കുന്നുണ്ട്? ക്യാപിറ്റലിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രുമെൻസിൻ്റെ വാങ്ങലും വിൽപ്പനയും നടക്കുന്നുണ്ട്. അതുപോലെ ലോങ് ടേമിലേക്ക് ധനം സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രുമെൻസിൻ്റെ വാങ്ങലും വിൽക്കലും നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ നിക്ഷേപം നടക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ ഒരു ഇൻസ്ട്രുമെൻറ്റ് മാർക്കറ്റിൽ വിറ്റ് കഴിഞ്ഞ് മറ്റൊരാൾ വാങ്ങിക്കഴിഞ്ഞാൽ ആ വാങ്ങുന്ന ആൾ ആക്ച്വലി എന്ത് ചെയ്യുകയാണ്? ഇൻവെസ്റ്റ് ചെയ്യുകയാണ് അല്ലേ? ഇപ്പോൾ ഒരാൾ ഷെയർ വിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഒരാൾ മറ്റൊരാൾ പോയി വാങ്ങുന്നു. ഇപ്പോൾ എ എന്ന് പറയുന്ന ആളൊരു ഷെയർ വിൽക്കുന്നു, ബി അത് വാങ്ങിക്കഴിഞ്ഞാൽ ബി പൈസ കൊടുത്തിട്ടല്ലേ വാങ്ങുന്നത്. അപ്പോൾ ബി കൊടുക്കുന്ന പൈസയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിക്ഷേപം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാഷ് ഇങ്ങോട്ട് വാങ്ങുമ്പോൾ എയെ സംബന്ധിച്ച് എ ധനം സമാഹരിക്കുന്നു, ബിയെ സംബന്ധിച്ച് പണം ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പം ഇത്തരത്തിൽ ആക്ടിവിറ്റീസ് നടക്കുന്നതാണ് മൂലധന വിപണി അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി മൂലധന വിപണിയിൽ ആരൊക്കെ ഉൾപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാങ്കുകളുണ്ട്. ബാങ്ക് ത്രൂ അതായത് ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ് വിൽക്കപ്പെടുന്നുണ്ട്. അതായത് ഉദാഹരണം, മൂലധന വിപണിയിൽ ട്രേഡ് ചെയ്യപ്പെടുന്നത് ഷെയറുകൾ, ബോണ്ടുകൾ, ഇതൊക്കെ എന്താണ്? ക്യാപിറ്റൽ മാർക്കറ്റിൽ വിൽക്കപ്പെടുകയൊക്കെ ചെയ്യുന്ന ഇൻസ്ട്രുമെൻസ് ആണ്. അപ്പോൾ ഇതൊക്കെ ഏത് വഴിയാണ് വിൽക്കപ്പെടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ വികസന ബാങ്കുകൾ വഴിയുണ്ട്, വാണിജ്യ ബാങ്കുകൾ. ഇപ്പം നിങ്ങൾക്ക് ഷെയർ വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാങ്ക് വഴി ഷെയർ വാങ്ങാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ, ഇത് കേട്ടിട്ടുണ്ടോ അല്ലേ? സ്റ്റോക്ക് എക്സ്ചേഞ്ച്, BSE NSE എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ നിങ്ങൾക്ക് ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതാണ് മൂലധന വിപണി എന്ന് പറയുന്നത്. ക്ലിയർ ആണേ? നമ്മൾ മൂലധന വിപണിയെക്കുറിച്ച്, നമ്മൾ മണി മാർക്കറ്റിനെ കുറിച്ച് പഠിച്ചപ്പോൾ അതിൻ്റെ ഫിസിക്കൽ സ്പേസ് ഇല്ല. നമുക്ക് ഓവർ ദ ഫോൺ നമുക്ക് ഫോണിലൂടെ നമുക്ക് ഷോർട്ട് ടേം ഇൻസ്ട്രുമെൻറ്റ്സ് പർച്ചേസ് ചെയ്യാം, അതായത് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് പർച്ചേസ് ചെയ്യാം. ഇവിടെയും ക്യാപിറ്റൽ മാർക്കറ്റിന് നമുക്ക് സ്പേസുകളുണ്ട്. അത് വികസന ബാങ്കുണ്ട്, വാണിജ്യ ബാങ്ക് വഴി നമുക്ക് ചെയ്യാം, സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ വഴി ചെയ്യാം. ക്ലിയർ? ഇനി നമുക്ക് മൂലധന വിപണിയെ വീണ്ടും നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്: പ്രാഥമിക വിപണി, ദ്വിതീയ വിപണി. ഓക്കെ, ഇപ്പോൾ പ്രാഥമിക വിപണി എന്ന് പറയുമ്പോൾ അത് ഫിസിക്കൽ സ്പേസ് അല്ല. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനി അവരുടെ ഷെയർ, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ ഓഹരി എന്ന് പറയാം. ഇപ്പം ഞാനൊരു കമ്പനി തുടങ്ങിയിട്ട് എനിക്ക് എൻ്റെ ഷെയർ വിൽക്കാൻ പറ്റും. പുതിയതായിട്ട് എൻ്റെ ഒരു ഷെയർ ഞാൻ വിൽക്കുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് പ്രൈമറി. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഞാനൊരു പുതിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് ആ കമ്പനിക്ക് വേണ്ടിയിട്ട് മൂലധനം സമാഹരിക്കണം. മൂലധനം നമുക്കൊരു 50 ലക്ഷം രൂപ വേണമെന്ന് കരുതുക. അപ്പം ഈ 50 ലക്ഷത്തിൽ കുറച്ച് പൈസ എൻ്റെ കയ്യിലുണ്ട്, ബാക്കി തുക ഞാൻ എൻ്റെ ഷെയർ വിറ്റ്
സമാഹരിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ 40 ലക്ഷം രൂപയുടെ ഷെയർ ഞാൻ വിറ്റിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ആ 40 ലക്ഷം രൂപയുടെ ഓഹരി വിറ്റിട്ട് ഞാൻ ആ 40 ലക്ഷം രൂപ സമാഹരിച്ചു. ഓക്കെ, അപ്പം അങ്ങനെ പുതിയ ഓഹരി വിറ്റു പണം സമാഹരിക്കുന്ന മാർക്കറ്റിനെ പറയുന്ന പേരാണ് പ്രൈമറി മാർക്കറ്റ്. ഈ പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു ഫിസിക്കൽ സ്പേസ് അല്ല. അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഫോൺ വഴി ചെയ്യാം, ബാങ്ക് വഴി ചെയ്യാം, ഡെവലപ്മെൻറ്റ് ബാങ്ക് വഴി ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് പ്രൈമറി മാർക്കറ്റ് അല്ലെങ്കിൽ പ്രാഥമിക വിപണി എന്ന് പറയുന്നത്. അപ്പം നിക്ഷേപകന് കമ്പനികൾ നേരിട്ട് ഓഹരി ലഭ്യമാക്കുന്ന വിപണിയാണ് പ്രാഥമിക വിപണി എന്ന് പറയുന്നത്. അതിന് മറ്റൊരു പേര് ന്യൂ ഇഷ്യൂ മാർക്കറ്റ് എന്ന് പറയുന്നു. ആദ്യമായി വിതരണം ചെയ്യുന്ന ഓഹരികൾ കൈകാര്യം ചെയ്യുന്ന വിപണിയാണ് പ്രാഥമിക വിപണി. അതൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് അവരുടെ ഫസ്റ്റ് ഓഹരി സെല്ല് ചെയ്യുന്നതാണ് പ്രാഥമിക വിപണി. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ IPO എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇനിഷ്യൽ പബ്ലിക് ഓഫറിങ്. ഇനിഷ്യൽ പബ്ലിക് ഓഫറിങ് എന്ന് പറയും. ഓക്കെ, 2021 നിങ്ങൾ സൊമാറ്റോ എന്ന് പറയുന്ന കമ്പനിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. സൊമാറ്റോ ഫുഡ് ഡെലിവറി കമ്പനി. അവരാണ് IPO 2021 ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അവരുടെ ഷെയർ അവർ ഒരു ബൾക്കായിട്ട് ആളുകളിലേക്ക് എത്തിച്ചു 2021. ക്ലിയർ ആണ്. അപ്പം അത് പ്രാഥമിക വിപണിയിലൂടെയാണ്, പുതിയതായിട്ടൊരു ഷെയർ വിൽക്കുന്നതാണ്. മനസ്സിലായോ? ഇനി ദ്വിതീയ വിപണി അല്ലെങ്കിൽ ഓഹരി വിപണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൂലധന ക്യാപിറ്റൽ മാർക്കറ്റിനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, പ്രൈമറി, സെക്കൻഡറി. പ്രൈമറിയാണ് ഞാൻ പറഞ്ഞത്, പുതിയ ഷെയറുകൾ വിൽക്കുന്നു. ഇനി സെക്കൻഡറിയിൽ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിലവിലുള്ള ഓഹരി, ഇപ്പം ഞാൻ ഈ ഓഹരി നിങ്ങൾക്ക് വിറ്റു, ഒരാൾക്ക് വിറ്റു. എൻ്റെ കമ്പനിയുടെ ഓഹരി 40 ലക്ഷം രൂപയുടെ ഓഹരി ഞാൻ ഒരാൾക്ക് വിറ്റു. ഈ ഓഹരി ഇനി ഞാനിത് വേറെ ആർക്കെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ, ഈ ഓഹരി എനിക്ക് വേറെ സ്ഥലത്ത് കൊണ്ട് വിൽക്കണമെന്നുണ്ടെങ്കിൽ അത് പ്രൈമറിയിൽ പറ്റത്തില്ല, അത് സെക്കൻഡറി മാർക്കറ്റിലായിരിക്കും കൊണ്ടുപോയി വിൽക്കുന്നത്. ക്ലിയർ? അതായത് നിലവിലുള്ള ഓഹരികൾ, ഇവിടെ ഓഹരി പുതിയതായിട്ടൊരെണ്ണം ജനറേറ്റ് ചെയ്ത് വരിക ചെയ്യുന്നത്. അപ്പം എൻ്റെ കയ്യിലുള്ള ഒരു ഓഹരി എനിക്കത് വിൽക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എവിടെ പോകേണ്ടത്? അത് സെക്കൻഡറി മാർക്കറ്റിലാണ് പോകേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പുതിയ ഷെയർ ആണെന്നുണ്ടെങ്കിൽ അത് പ്രൈമറി മാർക്കറ്റിലും, പിന്നെ ഒരാൾ വാങ്ങിയ ഷെയർ മറ്റൊരാൾക്ക് വിൽക്കണമെന്നുണ്ടെങ്കിൽ അത് സെക്കൻഡറി മാർക്കറ്റിലുമാണ് പോകേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ? ഈ സെക്കൻഡറി മാർക്കറ്റിൻ്റെ പേരുണ്ട്, അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എന്താ നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവിടെ ഓഹരികൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുകയാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ പുതിയ ഷെയറുകളാണ് വിൽക്കുന്നത്, അല്ല, നിലവിലുള്ള ഷെയറുകളാണ് വിൽക്കുന്നത്. ഷെയർ ആരെങ്കിലും കയ്യിലുണ്ടെങ്കിൽ നമുക്കത് അവിടെ കൊണ്ടുപോയിട്ട് വാങ്ങുകയും ചെയ്യാം, അല്ലെങ്കിൽ വിൽക്കുകയും ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? അതാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇപ്പോൾ പ്രൈമറി മാർക്കറ്റിന് പറയുന്ന മറ്റൊരു പേരാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. നോക്കാം. ഓഹരി വിപണി അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സെക്യൂരിറ്റീസ് കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട് 1956 അനുസരിച്ച് ഇൻകോർപ്പറേറ്റ് ചെയ്തതോ അല്ലാത്തതോ ആയ സെക്യൂരിറ്റികൾ വാങ്ങുന്നതോ വിൽക്കുന്നതോ കൈകാര്യം ചെയ്യുന്നതായ സ്ഥാപനമാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമ്മൾ ദ്വിതീയ വിപണി എന്ന് പറയുന്നു, സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നു. മറ്റൊരു പേര് ഓഹരി വിപണി. അതും കൂടാതെ ഒരു പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അവിടെയാണ് നിലവിലുള്ള ഓഹരികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്. പുതിയ ഓഹരി അവിടെ ഡീൽ ചെയ്യത്തില്ല. ഓക്കെ, അന്ന് ഓർത്ത് വെച്ചോളാം. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നോക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NYSE ആണ്. അതായത് ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇപ്പം അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഇപ്പം നിങ്ങൾക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നൊരു ഐഡിയ കിട്ടിയോ? അവിടെ എന്താ നടക്കുന്നത്? മനസ്സിലാവുന്നുണ്ടോ? ഒരു ഐഡിയ കിട്ടിയില്ലേ? അപ്പം ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള ചില പോയിന്റ്സുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് നോക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അത് ഏതാണ്? ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, NYSE എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് മറ്റൊരു പേരെന്ന് പറയുന്നതാണ് ബിഗ് ബോർഡ്. ഓക്കെ, എന്താണ് ഈ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച്? മറ്റൊരു പേരാണ് ബിഗ് ബോർഡ് എന്നാണ്. ബിഗ് ബോർഡ് എന്ന് അറിയപ്പെടുന്നു. ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂയോർക്കിലെ വാൾ സ്ട്രീറ്റ് ആണ് ഇതിൻ്റെ ആസ്ഥാനം. ക്ലിയർ? ഇനി ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഓഹരി സൂചികയുടെ പേരെന്താണ്? ഡൗ ജോൺസ്. എന്താണ് ഈ ഓഹരി സൂചിക എന്നറിയോ? ഓഹരി സൂചിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കമ്പനികളെ ലിസ്റ്റ് ചെയ്യാറുണ്ട്.
ഓക്കെ, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കമ്പനികൾ ഏകദേശം 40 കമ്പനികളോളം ഉണ്ടെന്നാണ് കൃത്യമായിട്ട് എനിക്ക് ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എത്ര കമ്പനി ഉണ്ടെന്ന് അറിയത്തില്ല. അവിടെ 40 കമ്പനികൾ ലിസ്റ്റ് ചെയ്യാറുണ്ട്. അത് 40 കമ്പനികളുടെ ഷെയറുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യപ്പെടാറുണ്ട്. അപ്പോൾ ദിനം പ്രതി ഈ കമ്പനികളുടെയൊക്കെ ലാഭം വരുന്നതനുസരിച്ച് ഓഹരികളുടെ വില അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ 40 കമ്പനി ഉണ്ടെങ്കിൽ 40 കമ്പനിയുടെ ഷെയറുകളുണ്ട്. ആ ഷെയറുകളുടെ വില പെർഫോമൻസ് കൂടുകയും കുറയുകയും ചെയ്തുകൊണ്ടിരിക്കും. കാര്യം മാർക്കറ്റിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഒരു കമ്പനി വളരുന്നതും ചെറുതാവുന്നതൊക്കെ അനുസരിച്ച് അവിടുന്ന് കിട്ടുന്ന ലാഭം കിട്ടുന്നു, അല്ലെങ്കിൽ ലാഭം കുറയുന്നു, കമ്പനി വളർച്ചയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ കമ്പനി താഴ്ചയിലേക്ക് പോകുന്നു. ഇതനുസരിച്ച് ആ കമ്പനിയുടെ ഓഹരി വില കൂടുകയും കുറയുകയും ചെയ്യാറുണ്ട്. മനസ്സിലാകുന്നുണ്ട്? ഇപ്പോൾ ഉദാഹരണം എടുക്കുന്നത്, ഇപ്പോൾ റിലയൻസ് എന്ന് പറഞ്ഞൊരു കമ്പനി എടുത്തു കഴിഞ്ഞാൽ ആ റിലയൻസ് വലിയ ലാഭത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓഹരി വില എന്ത് ചെയ്യുന്നു? കൂടിക്കൊണ്ടേയിരിക്കും. മനസ്സിലാകുന്നുണ്ട്? അങ്ങനെ ഈ ഓഹരിയുടെ പെർഫോമൻസ്, അവരുടെ ഷെയറിൻ്റെ പെർഫോമൻസ് നമ്മൾ സൂചിപ്പിക്കുന്ന ആ അതായത് ഓരോ കമ്പനിയുടെയും ഷെയർസിൻ്റെ പെർഫോമൻസ് സൂചിപ്പിക്കുന്ന ആ ഒരു പെർഫോമൻസ് റെക്കോർഡാണ് എന്ന് പറയുന്നത് ഓഹരി സൂചിക എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഓഹരി സൂചികയിൽ അറിയാൻ പറ്റും ഓരോ കമ്പനിയുടെ പെർഫോമൻസ് എങ്ങനെയാണ് എന്നറിയാൻ പറ്റും. അങ്ങനെ നോക്കുമ്പോൾ ഈ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഓഹരി സൂചികയുണ്ട്. അവിടെ നമുക്ക് അറിയാൻ പറ്റും ഏതൊക്കെ കമ്പനി എങ്ങനെ പെർഫോം ചെയ്യുന്നത്. ആ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ, ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഓഹരി സൂചിയുടെ പേരാണ് ഡൗ ജോൺസ്. ഓക്കെ, ഡൗ ജോൺസ്. അടുത്താണ് ചൈനീസ് സമ്പദ് വ്യവസ്ഥയുടെ ആസ്ഥാനം ഏതാണ്? അത് ഷാങ്ഹായ് ആണ്. ഷാങ്ഹായ്. ഓഹരി വിപണിയിലെ ഓഹരികളുടെ ഉയർച്ച താഴ്ചകളെ വിശേഷിപ്പിക്കുന്ന പദങ്ങൾ ഏതാണ്? ബുള്ള്, ബിയർ, കാള, കരടി എന്നിങ്ങനെ 2 ടേം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ, ഇപ്പം ഞാൻ പറഞ്ഞില്ല ഓഹരി സൂചിക എന്ന് പറയത്തില്ല. ഇപ്പോൾ നമ്മളിത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഓഹരി സൂചിക ഉയർന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കമ്പനികളുടെ പെർഫോമൻസ് കൂടി, അതനുസരിച്ച് അതിൻ്റെ ഷെയറുകളുടെ വാല്യൂ കൂടി. ഇതാണ് ഓഹരി സൂചിക ഉയർന്നു എന്ന് പറയുന്നത്. ഓഹരി സൂചിക താഴ്ന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ കമ്പനി നഷ്ടത്തിൽ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഷെയറിൻ്റെ വില കുറയും. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഈ ഉയർച്ചയും താഴ്ചയും, ഓഹരി സൂചിക ഉയരുമ്പോൾ നമ്മളൊരു സിമ്പിൾ, ഒരു അല്ലെങ്കിൽ ഒരു പദം ഉപയോഗിക്കാറുണ്ട്. അതിനെ നമ്മൾ ബുള്ളെന്ന് പറയും. ഓക്കെ, ഓഹരി സൂചിക താഴുകയാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ ബിയർ എന്ന് പറയും. കരടി, കാള എന്നുള്ള സൂചനയിലാണ് പറയുന്നത് ബുള്ളും ബിയറും. അപ്പം ഓഹരി വിപണിയിലെ സൂചിക ഇടിയുന്ന അവസ്ഥ കുറയുമ്പോഴാണ് ബിയർ എന്ന് പറയുന്നത്. അതിനെ കരടി എന്ന് പറയുന്നത്. ബിയർ എന്നുള്ള വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നു. അതേസമയം ഉയരുകയാണെങ്കിൽ അത് ബുള്ളാണ്. ഓക്കെ, അതുപോലെ തന്നെ ഓഹരി വിപണിയിൽ ഗവൺമെൻറ് ഓഹരി ഉണ്ടെങ്കിൽ അതിന് പറയുന്ന പേര് ഗിൽഡ് എന്നാണ്. അപ്പം നമ്മൾ ഓഹരികൾ പലതരത്തിലുണ്ടല്ലോ. അതായത് കൊമേഴ്ഷ്യൽ കമ്പനീസ്, അതായത് കോർപ്പറേറ്റുകളുടെ ഓഹരിയുണ്ട്. അതുപോലെ ഗവൺമെൻറ്റിൻ്റെ ഓഹരി ഉണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഗിൽഡ്. ഓക്കെ, അതുപോലെ വില കൂടിയ ഓഹരികൾ അറിയപ്പെടുന്ന പേര് ബ്ലൂ ചിപ്പ് എന്നാണ്. വളരെ വലിയ കമ്പനീസിൻ്റെയൊക്കെ ഓഹരിക്ക് പറയുന്ന പേരാണ് ബ്ലൂ ചിപ്പ്. ഇപ്പോൾ ഉദാഹരണത്തിന് ആപ്പിൾ എന്ന് പറയുന്ന കമ്പനി അറിയാമല്ലോ, എത്രത്തോളം വലിപ്പമുണ്ടെന്ന് നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ ആപ്പിൾ കമ്പനിയുടെ ഷെയർ ഏതാണ്? ബ്ലൂ ചിപ്പ്. നമുക്കതിനെ പറയാൻ വേണ്ടി, അല്ലെങ്കിൽ അതിനെ ഉപയോഗിക്കുന്ന കാറ്റഗറിയാണ് ബ്ലൂ ചിപ്പ് എന്ന് പറയുന്ന കാറ്റഗറി. ക്ലിയർ? ഇനി നമുക്ക് ഇന്ത്യയിലേക്ക് വരാം. ഇന്ത്യയിലേക്ക് വരുമ്പം ഇന്ത്യയിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് BSE എന്ന് പറയുന്നത്, അല്ലേ? BSE ഏഷ്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് BSE എന്ന് പറയുന്നത്. BSE ഇവിടെ സ്ഥിതി ചെയ്യുന്ന മുംബൈയിലെ ദലാൽ സ്ട്രീറ്റിലാണ് BSE സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുള്ള പോയിന്റ്സ് ഒക്കെ തന്നെയാണ്. ഇനി BSEയിലൊരു ഓഹരി സൂചികയുണ്ട്. ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഓഹരി സൂചിക ഡൗ ജോൺസ് ആണെന്നുണ്ടെങ്കിൽ, BSEയിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേര് ഏതാണ്? സെൻസെക്സ് എന്നാണ്. ഇത് നിങ്ങൾ പഠിച്ചായിരിക്കും. BSEയിലെ ഓഹരി സൂചിയുടെ പേരാണ് സെൻസെക്സ്. അവിടെ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കമ്പനികൾ BSEയിൽ ഏകദേശം നമുക്ക് BSEയിൽ 30 കമ്പനീസ് ഉണ്ട്. അപ്പോൾ ഈ 30 കമ്പനീസിൻ്റെ ഷെയർ വാല്യൂ കൂടുക കുറയുക ഇത് കാണിക്കുന്ന ഏരിയയാണ് എന്ന് പറയുന്നത് സെൻസെക്സ് എന്ന് പറയുന്നത്. അത് BSEയിൽ സെൻസെക്സ്. ഓക്കെ, എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളുടെ ഓഹരിയുടെ വിപണി മൂല്യത്തെ അടിസ്ഥാനമാക്കിയാണ് സെൻസെക്സ് നിശ്ചയിക്കുന്നത്. അപ്പോൾ സെൻസെക്സ് നമ്മൾ പറഞ്ഞ പോലെ അതിൻ്റെ വാല്യൂ അനുസരിച്ച് സെൻസെക്സ് നമുക്ക് അറിയാൻ പറ്റും. അതിൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് എന്താണ്? സെൻസിറ്റീവ് ഇൻഡെക്സ് എന്നാണ് സെൻസെക്സിൻ്റെ പൂർണ്ണരൂപം. സെൻസെക്സ് എന്ന വാക്കിൻ്റെ ഉപജ്ഞാതാവാരാണ്? ദീപക് മൊഹോനി.
ഓക്കെ, അതുപോലെ തന്നെ DS പ്രഭുദാസ് ആൻഡ് കമ്പനിയാണ് BSEയിൽ രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ കമ്പനി. ക്ലിയർ. അടുത്ത് നോക്കാം, BSEയുടെ ഇൻഡിപെൻഡൻറ്റ് വുമൺ ഡയറക്ടർ ആരാണെന്ന് ചോദിച്ചാൽ അത് ആരാണ്? ഡയറക്ടർ ജയശ്രീ വ്യാസ് ആണ്. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. സെൻസെക്സിലോ നിഫ്റ്റിയിലോ ഒരു ദിവസം ഉണ്ടാകുന്ന നേട്ടത്തെ കുറിക്കുന്ന പദമാണ് റാലി. വിപണിയിൽ തുടർച്ചയായ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തെ മാർക്കറ്റ് റാലി എന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ സെൻസെക്സ് നോക്കുന്നു, അല്ലെങ്കിൽ നിഫ്റ്റി എന്ന് പറയുന്നത് ഏതിൻ്റെയാണ്? നിഫ്റ്റി എന്ന് പറയുന്നത് NSEയുടെ ആണ്. നമ്മൾ ഈ ഷെയർ മാർക്കറ്റായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്ന രണ്ട് വാക്കുകളാണ് സെൻസെക്സും നിഫ്റ്റി. അപ്പോൾ സെൻസെക്സ് എന്ന് പറയുന്നത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഓഹരി സൂചികയാണ്. നിഫ്റ്റി എന്ന് പറയുമ്പം നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഓഹരി സൂചികയാണ്. അപ്പം ഈ സെൻസെക്സിലോ നിഫ്റ്റിയിലോ ഒരു ദിവസം ഉണ്ടാകുന്ന നേട്ടത്തെ, ഇപ്പോൾ നമ്മളെപ്പോഴും പറയാം ഷെയറിൻ്റെ വാല്യൂ കൂടുമ്പോൾ സെൻസെക്സിൻ്റെ ആ നിരക്ക് ഉയരുന്നു കുറയുന്നു പറയുമല്ല. അപ്പോൾ ഈ സെൻസെക്സിൻ്റെയോ അല്ലെങ്കിൽ നിഫ്റ്റിയിലോ ഉണ്ടാകുന്ന നേട്ടത്തെ സൂചിപ്പിക്കുന്ന പദമാണ് റാലി എന്ന് പറയുന്നത്. ഓക്കെ, തുടർച്ചയായിട്ട് ഇങ്ങനെ നേട്ടം ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ എന്തെന്ന് പറയുന്നു? മാർക്കറ്റ് റാലി എന്ന് പറയുന്നു. ഓക്കെ, കേരളത്തിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാണ്? അത് കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. അത് 1978 സ്ഥാപിക്കപ്പെട്ടു. ക്ലിയർ. ഇനി നമ്മൾ BSE കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് നോക്കേണ്ട NSE ആണ്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. 1992 ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെട്ട ഈ സ്ഥാപനം 93 ഏപ്രിലിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചായി അംഗീകരിക്കപ്പെട്ടു. ഓക്കെ, അപ്പോൾ 93 നിലവിൽ വരുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ആസ്ഥാനം എവിടെയാണ്? അത് മുംബൈ ആണ്. NSEയുടെ ഓഹരി സൂചിക ഏതാണ്? നിഫ്റ്റി. അത് രണ്ട് ഓർത്ത് വെച്ചോണം, പല തവണ ആവർത്തിച്ച് ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പം നമ്മൾ BSE ഉണ്ട് അല്ലേ, NSE ഉണ്ട്. BSE ആകുമ്പം അതിന് പറയുന്ന പേര് സെൻസെക്സ് എന്നാണ്. ഓക്കെ, NSE ആകുമ്പോൾ അതിന് നിഫ്റ്റി എന്ന് പറയും. ഓക്കെ, ഓഹരി സൂചിക ഇത് കൂടുകയും കുറയുകയും ചെയ്തുകൊണ്ടിരിക്കും. ഇനി നിഫ്റ്റിക്ക് രൂപം കൊടുത്ത സാമ്പത്തിക വിദഗ്ധർ ആരൊക്കെയാണ്? അജയ് ഷാ, സൂസൻ തോമസ്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ നോളജ് ഹബ്ബ് നിലവിൽ വന്ന എവിടെയാണ്? അത് ന്യൂഡൽഹിയിലാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ നോളജ് ഹബ്ബ്. NSEയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ഫെർവാനി കമ്മിറ്റി ഇമ്പോർട്ടൻ്റ് പോയിന്റാണ്. ഓക്കെ, NSE എന്താണ്? നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അതിൻ്റെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റി ഏതാണ്? ഫെർവാനി കമ്മിറ്റി. ക്ലിയർ. അടുത്ത മറ്റൊന്നാണ് സെബി. ഓക്കെ, അതായത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്യൂരിറ്റി വിപണിയുടെ, അതായത് നമ്മൾ ട്രേഡ് ചെയ്യപ്പെടുന്ന ഫിനാൻഷ്യൽ മാർക്കറ്റുകളുണ്ടല്ലോ, അപ്പം മൂലധന വിപണി ആയിക്കോട്ടെ, അവിടെ നമ്മൾ ട്രേഡ് ചെയ്യപ്പെടുന്ന സെക്യൂരിറ്റീസിൻ്റെ ആ സെക്യൂരിറ്റി വിപണിയുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്കും നിക്ഷേപകരുടെ സംരക്ഷണത്തിനുമായി ഒരു ഇടക്കാല ഭരണ നിർവഹണ സമിതി എന്ന നിലയിൽ 1988 ഏപ്രിൽ 12 കേന്ദ്ര സർക്കാർ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സ്ഥാപിക്കുന്നത്. അതായത് നമ്മളുടെ ഈ സെക്യൂരിറ്റി വിപണി, നമ്മൾ ട്രേഡ് ചെയ്യപ്പെടുന്ന ചെയ്യപ്പെടുന്ന ഷെയർ മാർക്കറ്റ് പ്രോപ്പറായിട്ട് അതിന് റെഗുലേഷൻ വേണം. അത് നമുക്ക് തോന്നിയ പോലെ അവിടെ പ്രവർത്തനങ്ങൾ നടക്കാൻ പാടില്ല. അതിന് നിയമം വേണം. അതുപോലെ തന്നെ അത് കുറച്ചും കൂടെ വികസനമാകണം. ആ സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ, ഇപ്പം ഒരാൾ ഷെയർ വാങ്ങുക എന്ന് പറയുമ്പോൾ അയാൾ സ്വന്തം പൈസ ഉപയോഗിച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഷെയർ വാങ്ങുന്നത്. അപ്പോൾ ആ നിക്ഷേപകരുടെ അവർക്കൊരു സേഫ്റ്റി കൊടുക്കാൻ പറ്റണം. അതിന് വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപിച്ച ഒരു സ്ഥാപനമാണ് എന്തെന്ന് പറയുന്നത്? സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. 1988 ഏപ്രിൽ 12 ഈ ഒരു സ്ഥാപനം നിലവിൽ വരുന്നത്. ഓക്കെ, 1992 ജനുവരി 30 ഓർഡിനൻസിലൂടെ സെബിക്ക് സ്വയം ഭരണാവകാശം കിട്ടിയിരുന്നു. ഓക്കെ, 88 നിലവിൽ വരുന്നു. 92 എന്ത് ചെയ്യുന്നു? അതിന് സ്വയംഭരണാവകാശം കിട്ടുന്നു. GS പട്ടേൽ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് സെബി നിലവിൽ വന്നത്. ഓക്കെ, സെബിയുടെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ ആണ്. ഇന്ത്യയിൽ റെഗുലേറ്റർ ആൻഡ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി എന്നറിയപ്പെടുന്ന ഏതാണ്? സെബിയാണ്. റെഗുലേറ്റർ ഓഫ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി. റെഗുലേറ്റർ ഓഫ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി എന്നറിയപ്പെടുന്ന ഏതാണ്? സെബിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് സെബിയെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ നമ്മുടെ രാജ്യത്തുള്ള എല്ലാ ഇൻവെസ്റ്റേഴ്സിനെയും
ഈ പറയുന്ന ഷെയർ മാർക്കറ്റിനെ കുറിച്ചെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് സെബി എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്നത്തെ ക്ലാസ് ഇച്ചിരി ഒരു ലോങ് ആയതുകൊണ്ടാണ് ഞാൻ MCQs ഞാൻ ഉൾപ്പെടുത്താഞ്ഞത്. ഈ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട MCQs നമുക്ക് ഉടനെ ചെയ്യാം, അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഫിനാൻഷ്യൽ മാർക്കറ്റിനെ കുറിച്ച് വളരെ ഡീറ്റെയിലായിട്ട് പഠിച്ചു. എന്താണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്, ഏതൊക്കെ ടൈപ്പ് ഉണ്ട്, അവിടെ എന്തൊക്കെ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ട്രേഡ് ചെയ്യപ്പെടുന്നത്, ആ ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നെല്ലാം നമ്മൾ വളരെ വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ കേൾക്കുക, നന്നായിട്ട് ഈ ക്ലാസ്സുകൾ കേൾക്കുക. കേട്ടിട്ട് നിങ്ങൾക്ക് ക്ലാസ് കേട്ടതിന് ശേഷം നിങ്ങൾക്ക് തോന്നുന്ന ജെന്യുവൻ ഒപ്പീനിയൻസ്, ഇപ്പം അത് ക്ലാസ് കൊള്ളാമെങ്കിൽ അങ്ങനെ, അല്ലാന്നുണ്ടെങ്കിൽ ഇതിന് ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ അതും അങ്ങനെ, നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്ക് മനസ്സിലാകാനുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് പറയാം. കൂടാതെ ഇനി ഏതെങ്കിലും ടോപ്പിക്കിൽ പുതിയതായിട്ട് നിങ്ങൾക്ക് വേണം, അഡീഷണലായിട്ട് സാർ എനിക്കിത് ഇതിവിടെ പറയണം എന്നുള്ളതാണെങ്കിലും നമുക്ക് കമൻ്റായിട്ട് നമുക്ക് പറയാം നമ്മളോട്. ഓക്കെ, പിന്നെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിനെ കൂടെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ പഠന വീഡിയോകൾ ചെയ്യാനുള്ള ഒരു എൻകറേജ്മെൻ്റ് ആണ്. സോ നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക, അവർക്കും കൂടെ ബെനിഫിറ്റ് ആയിക്കോട്ടെ. ക്ലിയർ? അപ്പം എല്ലാവർക്കും ആശംസകൾ, നന്നായിട്ട് പഠിക്കുക. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിനകത്ത് ഇതിൻ്റെ മെറ്റീരിയൽസും ലിങ്കും കൂടെ ഞാൻ കൊടുത്തേക്കാം. അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.